അതായത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് AS2 ഇൻവെന്ററീസ് ആണ്. ഇൻവെന്ററീസിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ. ഓക്കെ, അല്ലാണ്ട് AS2 കൊടുക്കാൻ പോകുന്നില്ല. വെയിറ്റ് ചെയ്യും. അതായത് നമുക്ക് സാധാരണ രീതിയിൽ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ തരുന്നുണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു 25,000, 35,000 അല്ലെങ്കിൽ അങ്ങനെ ഓരോ വാല്യൂ തരുന്നുണ്ട്. ഓക്കെ, പക്ഷെ നമ്മൾ ഇൻവെന്ററി എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ കൺസൈൻമെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുമ്പോൾ നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. ഓക്കെ, ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യേണ്ടത് എങ്ങനെയാന്ന് ചോദിച്ചാൽ നമ്മുടെ സ്റ്റോക്കിന്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റോക്കിന്റെ വാല്യൂ ഇപ്പൊ ഞാനൊരു 10 ഐറ്റംസ് വാങ്ങിച്ചു, 10 യൂണിറ്റ്സ് വാങ്ങിച്ചു, എന്തെങ്കിലും ആയിക്കോട്ടെ, ₹15 അറ്റ് ₹15. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 150 rupees ആണ് എന്റെ കോസ്റ്റ്. ഞാൻ വാങ്ങിച്ചതിന്റെ ചെലവ് എത്രയാ? 150 രൂപ. ഓക്കെ, ഈ 150 രൂപ എന്റെ ചെലവായി. അതിൽ 8 എണ്ണം വിറ്റു, 8 യൂണിറ്റ്സ് സോൾഡ്. ഓക്കെ, സോൾഡ്. നമ്മുടെ അടുത്ത് ഇപ്പൊ ബാക്കി എത്രയുള്ള 2 യൂണിറ്റ്സ്. ഇതിനാ നമ്മൾ പറയാ ക്ലോസിംഗ് സ്റ്റോക്ക്. അതായത് നമ്മുടെ സ്റ്റോക്ക് ബാക്കിയുള്ളതിനാ എന്താ പറയാ? ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ എന്താന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ കണ്ടുപിടിക്കുക? 2 യൂണിറ്റ്സ് ഇൻടു, അതായത് എത്രയാണ്? 15 രൂപക്കല്ലേ വാങ്ങിച്ചത്, അങ്ങനെ 15 രൂപ ഈസ് ഈക്വൽ ടു 30. ജനറലി ഈ 30 rupees ആണ് നമ്മുടെ ചെലവ്. നമ്മൾ ഓൾറെഡി ചെലവാക്കിയത്. അതുകൊണ്ട് തന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് എത്ര പൈസ കാണിക്കേണ്ടത്? 30 rupees. ഇത് ഞാൻ ബേസിക് ആയിട്ട് പറയുന്ന മനസ്സിലാകുന്ന മക്കളെ. 10 യൂണിറ്റ്സ് വാങ്ങിച്ചു, അത് 15 രൂപക്കാണ് വാങ്ങിച്ചത്, 150 രൂപ ചെലവാക്കി, അതിൽ നിന്ന് 8 യൂണിറ്റ്സ് വിറ്റു. വിറ്റതിന്റെ പൈസ ഒന്നും നമ്മളിപ്പോ നോക്കുന്നില്ല. ഓക്കെ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അല്ല ഇവിടെ കൺസെപ്റ്റ്. നമ്മളിവിടെ പറയുന്നത് 2 യൂണിറ്റ്സ് ബാക്കിയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 2 യൂണിറ്റ്സിന് എത്രയാണ് വാല്യൂ കാണിക്കേണ്ടത്? നമ്മൾ എത്ര പൈസക്കാണോ വാങ്ങിച്ചത് അത് വെച്ചിട്ട് നമ്മൾ കാണിച്ചിട്ട് 30 രൂപ കിട്ടും. മക്കളെ, ഡൗട്ട് ഉണ്ടോ? പുതിയ കുട്ടികൾ, ബാക്കിയുള്ളവരെല്ലാവരും ഓക്കെ. അതായത് ഞാൻ എന്താ പറയുന്നത് വെച്ചാല് നമ്മൾ 10 യൂണിറ്റ്സ് വാങ്ങിച്ചു. ഓക്കെ, അത് 15 രൂപക്കാണ്. അതിന് 2 യൂണിറ്റ്സ് ബാക്കിയുണ്ടെങ്കിൽ അത് 2 യൂണിറ്റ്സിന്റെ 15, 30 രൂപയാണ് സ്റ്റോക്ക്. സാധാരണ രീതിയിൽ നിങ്ങൾക്ക് സ്റ്റോക്കിന്റെ വാല്യൂ തരും മക്കളെ. പക്ഷേ നമ്മൾ കൺസൈൻമെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ തരൂല. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റോക്കിന്റെ ബാക്കി. ഓക്കെ, ഫോർ എ പർട്ടിക്കുലർ പീരീഡ് സ്റ്റോക്കിന്റെ വാല്യൂ തരൂല. ഒരു കാര്യം അതാണ്. രണ്ടാമത്തത് പിന്നെന്ന് വെച്ചാല് ഒന്ന് സ്റ്റോക്കിന്റെ വാല്യൂ തരൂല. അത് ഇൻവെന്ററി ചാപ്റ്ററാണ് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കൽ എങ്ങനെ? ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു? 15 rupees നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു, കണ്ടുപിടിച്ചു. വെരി വെരി സിമ്പിൾ. ഇതൊന്നല്ല കാൽക്കുലേഷൻസ്, വരാൻ പോകുന്നേ ഉള്ളൂ. പക്ഷെ കാൽക്കുലേഷൻസ് കോംപ്ലിക്കേഷൻ അല്ല. കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ നിങ്ങൾ ത്രൂ ആവും. എന്താ പറയുന്നത് വെച്ചാല് ക്ലോസിംഗ് സ്റ്റോക്ക് എങ്ങനെ വാല്യൂ ചെയ്യണം എന്ന് പറഞ്ഞാൽ, ഓക്കെ, ക്ലോസിംഗ് സ്റ്റോക്ക് എങ്ങനെ വാല്യൂ ചെയ്യണം എന്ന് പറഞ്ഞാൽ stock should be valued at cost or net realizable value, or net realizable value, whichever is lower. ഇതാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ പറയുന്നത്. അതായത് സ്റ്റോക്ക് വാല്യൂ ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ കോസ്റ്റ് ഓർ NRV, whichever is lower. മക്കളെ, ഇത് കോൺസെപ്റ്റ് അല്ല, ഇത് ബൈ ഹാർട്ട് പഠിക്കേണ്ട കാര്യമാണ്. പക്ഷെ ഇത് എന്തുകൊണ്ട് ഈ റൂൾ വന്നെന്നുള്ളത് എനിക്ക് പറയാൻ പറ്റും. കോസ്റ്റ് ഓർ NRV, whichever is lower. കോസ്റ്റ് ഓർ NRV, whichever is lower എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NRV, നെറ്റ് റിയലൈസബിൾ വാല്യൂ. അതായത് നെറ്റ് റിയലൈസബിൾ വാല്യൂ. ഓക്കെ, നെറ്റ് റിയലൈസബിൾ വാല്യൂ. ഓക്കെ, കോസ്റ്റ് ഓർ നെറ്റ് റിയലൈസബിൾ വാല്യൂ whichever is lower. ഓക്കെ, എന്താണ് കോസ്റ്റ്, എന്താണ് നെറ്റ് റിയലൈസബിൾ വാല്യൂ? അതാണ് ഞാൻ അടുത്ത് പഠിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, അതായത് നമ്മളോട് പറയുന്ന സ്റ്റോക്ക് എങ്ങനെ വാല്യൂ ചെയ്യണം എന്ന് വെച്ചാൽ കോസ്റ്റ് ഓർ നെറ്റ് റിയലൈസബിൾ വാല്യൂ whichever is lower. സർ, വാട്ട് ഈസ് കോസ്റ്റ്, വാട്ട് ഈസ് NRV? അതാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകും. ഓക്കെ, അതിന് മുന്നേ ആയിട്ട് ഫോർ എക്സാമ്പിൾ തരാം. നിങ്ങൾക്ക് കോസ്റ്റ് തന്നത് 30 രൂപ. നിങ്ങൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഇപ്പൊ മനസ്സിലാക്കിയോ? വാങ്ങിയ പൈസ. അല്ലെങ്കിൽ വേണ്ട, കോസ്റ്റ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകും. ഓക്കെ, കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്?
NRP എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ അതാ പഠിക്കുന്നത്. കോസ്റ്റ് ഓഫ് പെർച്ചേസ്. കോസ്റ്റ് ഓഫ് പെർച്ചേസ് എന്ന് പറയുന്നത് നമ്മളൊരു സാധനം വാങ്ങിക്കുമ്പോഴുള്ള പ്രൈസ്. ഓക്കെ, ഞാനിപ്പോ ഫോർ എക്സാമ്പിൾ ചൈനയിൽ പോയിട്ട് ഒരു സാധനം വാങ്ങിക്കുന്നു. അത് വാങ്ങിക്കുമ്പോൾ എന്താണോ കൊടുക്കുന്നത് അതിനാണ് നമ്മൾ പറയുക പെർച്ചേസ് പ്രൈസ്. ഫോർ എക്സാമ്പിൾ 10 രൂപയാണെന്ന് വിചാരിക്കും, ഫോർ എക്സാമ്പിൾ 100 rupees ആണെന്ന് വിചാരിക്കും. ഞാൻ അവിടുന്ന് എന്ത് ചെയ്ത് ഫ്ലൈറ്റ് ചാർജസ് ഇൻകർ ചെയ്തു. ഫ്ലൈറ്റ് ചാർജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് ഞാൻ എന്ത് ചെയ്തു, ലോഡ് ചെയ്തു. ലോഡ് ചെയ്തു. ചൈനയിൽ നിന്ന് സാധനം ഇവിടുത്തെ ഓക്കെ, ഫ്ലൈറ്റ് ചാർജസും പേ ചെയ്തു, അതേപോലെ ലോഡിങ് ചാർജസും പേ ചെയ്തു. അത് എന്നിട്ട് എന്ത് ചെയ്തു, ലോഡ് ചെയ്ത് അത് നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ കണ്ണൂർ എയർപോർട്ടിൽ എത്തി. ഓക്കെ, കണ്ണൂരിലെ എയർപോർട്ടിൽ എത്തിയപ്പം അത് അൺലോഡ് ചെയ്തതിന് ശേഷം അത് നമ്മുടെ ഗോഡൌണിലേക്ക് എന്ത് ചെയ്തു, ഒരു ട്രാൻസ്പോർട്ടേഷൻ വഴി കൊണ്ടുവന്നു, അതും ഫ്ലൈറ്റ് ചാർജസ്. അത് ഇവിടെ എത്തിയതിന് ശേഷം എന്ത് ചെയ്തു, അത് വീണ്ടും അൺലോഡ് ചെയ്തു. പിന്നെ അത് എൻ്റെ കയ്യിലെത്തി. ഞാനത് ചിലപ്പോൾ പാക്കിംഗ് എല്ലാം ചെയ്തിട്ടാണ് അത് വിൽക്കുക. അത് പാക്കിംഗ് ഒക്കെ ചെയ്തു. ഓക്കെ, ഞാൻ ഇതിന് വിൽക്കാൻ പോയി. അത് ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പൊ നമ്മൾ പല എക്സ്പെൻഡിച്ചറും ഇൻകർ ചെയ്തിട്ടുണ്ട്. അതായത് പർച്ചേസ് പ്രൈസ്, ഫ്ലൈറ്റ് ചാർജസ്, ലോഡിംഗ് ചാർജസ്, അൺലോഡിംഗ് ചാർജസ്, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ഇൻകർ ചെയ്തിട്ടുണ്ട്. എൻ്റെ ചോദ്യം, കോസ്റ്റ് എന്ന് പറയുന്നത് പർച്ചേസ് പ്രൈസ് മാത്രമാണോ? അല്ല മക്കളെ, അല്ല. എന്താന്ന് വെച്ചാൽ ശ്രദ്ധിച്ചോ. അതായത് കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മളൊരു സാധനം വാങ്ങിച്ചു, ശ്രദ്ധിക്കണേ, നമ്മളൊരു സാധനം വാങ്ങിച്ചു, അത് നമ്മുടെ ഗോഡൌണിലെത്തിയിട്ട് റെഡി ഫോർ സെയിൽ എത്തുന്നവരുടെ എല്ലാ എക്സ്പെൻഡിച്ചറും കോസ്റ്റാണ്. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെലവ് എന്ന് പറഞ്ഞാൽ ഏതെല്ലാം നമ്മൾ കോസ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മളിപ്പോ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. കോസ്റ്റ് എന്ന് പറയുന്നത് മക്കളെ, നമ്മൾ വാങ്ങിച്ചു, നമ്മളെ ഗുഡ്സ് ഇവിടെ എത്തി, എന്റെ ഗോഡൌണിലെത്തി, അത് റെഡി ഫോർ സെയിൽ. എന്താ പറയാ, റെഡി ഫോർ സെയിൽ എത്തുന്നവരുടെ എല്ലാ എക്സ്പെൻഡിച്ചറും ഡയറക്റ്റ് എക്സ്പെൻഡിച്ചർ ആണ്. അതുകൊണ്ട് തന്നെ കോസ്റ്റ് ഓഫ് പെർച്ചേസ് ആണ്. ഓക്കെ, ഒന്നുകൂടി പറയാൻ ശ്രദ്ധിക്കാം. ഞാനൊരു സാധനം വാങ്ങിച്ചു. ഓക്കെ, ആ സാധനം വാങ്ങിച്ചതിന് ശേഷം പല എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്യും. ഓക്കെ, നമ്മൾ എന്താ പറയുന്നത് വെച്ചാൽ പെർച്ചേസ് പ്രൈസ് പ്ലസ് എനി എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ടു മേക്ക് ദി ഗുഡ്സ് റെഡി ഫോർ സെയിൽ. നമ്മൾ വിൽക്കാൻ വേണ്ടിയിട്ടുള്ള കണ്ടീഷനിൽ എത്തുന്നവരുടെ എല്ലാ എക്സ്പെൻഡിച്ചർ എന്താണ്, കോസ്റ്റ് ഓഫ് പെർച്ചേസ് ആണ്. ഓക്കെ, അല്ലാതെ നിങ്ങൾ വിചാരിക്കരുത് 100 രൂപക്ക് വാങ്ങിച്ച സാധനത്തിന് 100 രൂപയാണ്. അല്ല, 100 രൂപയല്ല. ഇവിടെ എത്തുന്നവരുടെ എല്ലാ എക്സ്പെൻഡിച്ചർ എന്താണ്, കോസ്റ്റ് ഓഫ് പെർച്ചേസ് ആണ്. അതുകൊണ്ടാണ് ഫ്ലൈറ്റ് ചാർജസ്, ലോഡിംഗ് ചാർജസ്, പിന്നെ നമ്മൾ ഇമ്പോർട്ട് ഡ്യൂട്ടി, അതേപോലെ നോൺ റീഫണ്ടബിൾ ഡ്യൂട്ടീസ് എല്ലാം എന്തായിട്ട് വരുന്നത് ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് വരുന്നത്. ഡയറക്റ്റ് എക്സ്പെൻസിലും കോസ്റ്റിന്റെ ഭാഗമായിട്ട് വരാം. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ മക്കളെ? മനസ്സിലാവുന്നില്ല? എപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഏതൊരു എക്സ്പെൻഡിച്ചർ, ഫ്ലൈറ്റ് ചാർജസ് എന്തുകൊണ്ട് ഡയറക്റ്റ് എക്സ്പെൻസ് ആയി? ഇതാണ് കണ്ടീഷൻ. ഫ്ലൈറ്റ് ചാർജസ് എന്തുകൊണ്ട് ഡയറക്റ്റ് എക്സ്പെൻസ് ആയി? ഇതാണ് കണ്ടീഷൻ. അതായത് ഈ ഫ്ലൈറ്റ് ചാർജസ് ഇൻകർ ചെയ്തിട്ടില്ലെങ്കിൽ എന്റെ ഗുഡ്സ് എന്റെ ഗോഡൌണിൽ എത്തൂല. ഗോഡൌണിൽ എത്തിയിട്ടെങ്കിൽ എനിക്ക് സെയിൽ ചെയ്യാൻ പറ്റൂല. സെയിൽ ചെയ്യുന്ന കണ്ടീഷനിൽ എത്തൂല. അതുകൊണ്ട് തന്നെ എന്തല്ല, ഡയറക്റ്റ് എക്സ്പെൻസ്. പറയുന്ന മനസ്സിലാകുന്നില്ല? കോസ്റ്റ് ഓഫ് പെർച്ചേസ് എന്ന് പറയുന്നത് സിമ്പിൾ ഡെഫിനിഷൻ ഇതാണ്: പെർച്ചേസ് പ്രൈസ് പ്ലസ് എനി എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ടു മേക്ക് ദി ഗുഡ്സ് റെഡി ഫോർ സെയിൽ. അത് ആ രണ്ടാമത്തെ വേർഡിംഗ് എന്ന് പറയുന്നത് വലിയ സംഭവം. അതിൽ ഫ്ലൈറ്റ് ചാർജസ് വരും, ലോഡിങ് വരും, എന്തും വരും. ഇന്റർപ്രിട്ടേഷൻസ് ബട്ട് ടു എ ലിമിറ്റഡ് എക്സ്റ്റെന്റ് നിങ്ങൾ എല്ലാവരും പഠിച്ചു. ഓക്കെ, ഇമ്പോർട്ട് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ ഇമ്പോർട്ട് ചെയ്യുക എന്റെ ഗുഡ്സ്. ഇമ്പോർട്ട് ഡ്യൂട്ടി പേ ചെയ്യാൻ എന്റെ ഗുഡ്സ് എന്റെ അടുത്ത് എത്തൂല. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ട് ഡ്യൂട്ടി എന്താണ്, മാൻഡേറ്ററി. അതുകൊണ്ട് അതെന്താണ്, കോസ്റ്റിന്റെ ഭാഗമായിട്ട് വരും. പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? അതേപോലെ ഫ്ലൈറ്റ് ചാർജസ് ഇല്ലാണ്ട് എന്റെ ഗുഡ്സ് നാട്ടിലേക്ക് എത്തൂല. നാട്ടിലേക്ക് എത്താണ്ട് എനിക്ക് വിൽക്കാൻ പറ്റൂല. പറയുന്ന മനസ്സിലാകുന്നുണ്ടോ മക്കളെ? ബൈഹാർട്ട് വേണ്ട ഇവിടെ ആ ലോജിക്ക് മാത്രം യൂസ് ചെയ്താൽ മതി. ചില ആൾക്കാർ വിചാരിക്കും ഇതെന്തിനാ ഇത്ര ടൈം ഇതിനെ വരെ സ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ മക്കളെ, ഇത് പഠിച്ചേ പറ്റും.
ഇത് ഇമ്പോർട്ടന്റ് വെച്ചാൽ ഇമ്പോർട്ടന്റ്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 2 ഇന്റർമീഡിയറ്റ് വരെ പഠിക്കാനുണ്ട്. കോസ്റ്റ് ഓഫ് പർച്ചേസ് എന്ന് പറയുന്നത് purchase price plus any expenditure that is incurred to make the goods ready for sale. Okay, necessary ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ എല്ലാം എന്താണ് കോസ്റ്റിന്റെ ഭാഗമായിട്ട് വരും. അത് ജനറലി നിങ്ങൾ പറയുമ്പോൾ എന്തായിട്ട് പറയും? ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് പറയും. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ചൈനയിൽ നിന്ന് ഒരു സാധനം വാങ്ങിച്ചു, ആ ഫ്ലൈറ്റ് ചാർജസ് ഇല്ലാണ്ട് നമുക്ക് ഈ ഗുഡ്സ് ഇവിടെ എത്തൂല, അതുകൊണ്ട് എന്തായി അത് ഡയറക്റ്റ് എക്സ്പെൻസ് ആയി, അല്ലെങ്കിൽ അത് കോസ്റ്റ് ഓഫ് പർച്ചേസിന്റെ ഭാഗമായി. പിന്നെ അടുത്ത ഐറ്റം എന്താണ്? ലോഡിംഗ് ചാർജസ് ഇങ്ങനെ ചെയ്യാൻ നമുക്ക് ലോഡ് ചെയ്യാൻ നമുക്ക് ഗുഡ്സ് ഇവിടെ എത്തൂല, അതുകൊണ്ട് ലോഡിംഗ് ചാർജസ് എന്തായി? ഡയറക്റ്റ് എക്സ്പെൻസ് ആയി, അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് പർച്ചേസ് ആയി. എന്നിട്ട് അത് ലോഡ് ചെയ്തിട്ട് നമ്മുടെ എയർപോർട്ടിൽ എത്തിക്കാൻ എയർപോർട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇമ്പോർട്ട് ഡ്യൂട്ടി പേ ചെയ്യണം. ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു ടാക്സ് പേ ചെയ്യണം. അതിനാ പറയുന്നത് ഇമ്പോർട്ട് ഡ്യൂട്ടി. ഓക്ട്രോയ്, അത് ഓക്ട്രോയ് വേറൊരു ടാക്സ് ആണ്. ടാക്സ് പേ ടു മുനിസിപ്പാലിറ്റി. ഓക്കെ, ടാക്സ് പേ ടു മുനിസിപ്പാലിറ്റി. ഇതൊക്കെ പേ ചെയ്യാൻ നമുക്ക് നമ്മുടെ ഗുഡ്സ് നമ്മുടെ ഗോഡൌണിൽ എത്തിക്കാൻ പറ്റൂല, അതുകൊണ്ട് ഇമ്പോർട്ട് ഡ്യൂട്ടി പേ ചെയ്യാൻ മാൻഡേറ്റ് ചെയ്യണം. അതുകൊണ്ട് അതും നമ്മുടെ കോസ്റ്റ് ഓഫ് പർച്ചേസ് ആയി. പിന്നെ നമ്മൾ എന്ത് ചെയ്ത് എയർപോർട്ടിൽ ഇവിടെ എത്തിക്കാൻ വേണ്ടി വീണ്ടും ഫ്ലൈറ്റ് ചാർജസ്, ചിലപ്പോൾ ലോഡിംഗ് ചാർജസ്, വാട്ട് എവർ നമ്മൾ ഗോഡൌണിൽ എത്തിക്കാൻ ചിലപ്പോൾ നമുക്ക് അത് വിൽക്കാനുള്ള രീതിയിലായിരിക്കും ഉണ്ടാവുക. നമ്മൾ അത് എന്ത് ചെയ്യണം? പാക്ക് ചെയ്യണമെങ്കിൽ ആ പാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പാക്ക് ചെയ്യാണ്ട് വിൽക്കാൻ പറ്റുമെങ്കിൽ ആ പാക്കിംഗ് ചാർജസ് കോസ്റ്റ് അല്ല. പാക്കിംഗ് മാൻഡേറ്ററി ആണെങ്കിൽ അത് കോസ്റ്റാണ്. ഇതാണ് നമ്മുടെ CA ഓറിയന്റഡ് ക്ലാസ്. പാക്കിംഗ് ചാർജസ് കോസ്റ്റ് ഓഫ് പർച്ചേസ് ആണോ അല്ലയോ? വിത്ത് കണ്ടീഷൻ നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. അതായത് മാൻഡേറ്ററി ആണ്, അങ്ങനെയാണെങ്കിൽ എന്താണ്? അത് നമ്മള് കോസ്റ്റ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണം. നമ്മൾ സാധാരണ ക്ലാസ് എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്. ഓക്കെ, നാരങ്ങ മിഠായി നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല, ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ അത് ഉണ്ട് സംഭവം. സാധനം 25 പൈസയാണ് പണ്ട്, ഇപ്പൊ അതിന് 1 റുപ്പിയാണ്. സെയിം സാധനം. ഓക്കെ, അത് ടൈം വാല്യൂ ഓഫ് മണി എന്നെല്ലാം പറയും. ഈ നാരങ്ങ മിഠായിക്ക് പാക്ക് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അത് ബോട്ടിൽ നമ്മൾ ഇങ്ങനെ ഇട്ട് വെച്ചാൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ആരും പോയിട്ട് വാങ്ങിക്കും. ഓക്കെ, പാക്കിംഗ് അവിടെ എന്തല്ല മാൻഡേറ്റ് ഇല്ല. അപ്പൊ നിങ്ങൾ നോക്കിയിട്ട് ഡയറി മിൽക്ക് എടുത്തിട്ട് ആ ചോക്ലേറ്റ് ഇങ്ങനെ ഒരു ബോട്ടിൽ ഇട്ടിട്ട് ആൾക്കാർ വരുമ്പോൾ ഇങ്ങനെ കോരി കൊടുക്കുന്നെങ്കിൽ അല്ലെങ്കിൽ വാങ്ങിക്കോ? ഇല്ല, വാങ്ങിക്കും. അന്നേരം ഡയറി മിൽക്കിന് പാക്കിംഗ് ഇമ്പോർട്ടന്റ് ആണ്, അല്ലെങ്കിൽ നെസസറിയാണ്. അത് കോസ്റ്റ് ഓഫ് പർച്ചേസ് ആയിട്ട് വരും. നാരങ്ങ മിഠായി പാക്ക് ചെയ്തെങ്കിൽ അവർ വെറുതെ ഒരു ഡെക്കറേഷൻ ആണ്, അതുകൊണ്ട് കോസ്റ്റ് ഓഫ് പർച്ചേസ് ആയിട്ട് വരില്ല. ഇതാണ് എക്സ്പ്ലനേഷൻ. നെക്സ്റ്റ് പറയാൻ വന്നു വെച്ചാൽ നെറ്റ് റിയലൈസബിൾ വാല്യൂ. എന്താണ് നെറ്റ് റിയലൈസബിൾ വാല്യൂ? ഓക്കെ, നെറ്റ് റിയലൈസബിൾ വാല്യൂ എന്താണ്? നെറ്റ് റിയലൈസബിൾ വാല്യൂ എന്ന് പറയുന്നത്, ഓക്കെ, അതായത് നിങ്ങൾ ഒരു സാധനം 20 രൂപക്ക് വാങ്ങിച്ചു. ഓക്കെ, ആ സാധനം നിങ്ങൾക്ക് വിൽക്കാൻ പറ്റുന്നത് 25 രൂപക്ക്. നിങ്ങൾക്ക് ആ വിൽക്കുമ്പോൾ ഒരു ചെലവുണ്ട്, സെല്ലിംഗ് എക്സ്പെൻസ് എന്ന് പറയും, 3 രൂപ. സെല്ലിംഗ് കമ്മീഷൻ ആയിക്കോട്ടെ. ഓക്കെ, സെല്ലിംഗ് കമ്മീഷൻ. ഓക്കെ, നെറ്റ് റിയലൈസബിൾ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഡേറ്റിന് ആ ഗുഡ്സ് വിറ്റ് കഴിഞ്ഞാൽ എത്ര പൈസ കിട്ടും, അതാണ് നെറ്റ് റിയലൈസബിൾ വാല്യൂ. ഇത് വിറ്റ് കഴിഞ്ഞാൽ കിട്ടുന്ന പൈസ, അതിൽ നിന്ന് നെറ്റ് എന്ന് പറയുന്നത് നെറ്റ് റിയലൈസബിൾ വാല്യൂ. നെറ്റ് എന്ന് പറയുമ്പോൾ എന്തോ മൈനസ് ചെയ്യാനുണ്ട്. ഓക്കെ, ഈ 3 രൂപ എന്ന് പറയുന്നത് സെല്ലിംഗ് എക്സ്പെൻസ് ആണ്. എന്തെങ്കിലും എക്സ്പെൻസ് ഇൻകർ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വിൽക്കാൻ പറ്റും. ഫോർ സെല്ലിംഗ് കമ്മീഷൻ 25 - 3 22. ഓക്കെ, ഇതാണ് നമ്മുടെ നെറ്റ് റിയലൈസബിൾ വാല്യൂ എന്ന് പറഞ്ഞാൽ. അതായത് നിങ്ങൾ ഇന്ന് വിറ്റ കിട്ടുന്ന പൈസ, അതിൽ നിന്ന് സെല്ലിംഗ് കമ്മീഷൻ മൈനസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ സെല്ലിംഗ് എക്സ്പെൻസ് മൈനസ് ചെയ്താൽ മതി. അതിനാ എന്ത് പറയാ? നെറ്റ് റിയലൈസബിൾ വാല്യൂ. നിങ്ങൾ ഇന്ന് വിറ്റ കിട്ടുന്ന പൈസ, അതാണ് നെറ്റ് റിയലൈസബിൾ വാല്യൂ. സെല്ലിംഗ് പ്രൈസ് മൈനസ് സെല്ലിംഗ് എക്സ്പെൻസ്. നമ്മുടെ ഇവിടെ 25 - 3 ആണ് 22. ഓക്കെ, 20 ആണ് കോസ്റ്റ്, ഓർ 22 ആണ് NRV. ഓക്കെ, ഏതാ നമ്മൾ കാണിക്കേണ്ടത്? വിച്ച് അവർ ഈസ് ലോവർ. അതാണ് നമ്മുടെ സ്റ്റോക്ക് എത്രയിലാണ് കാണിക്കേണ്ടത്? സോറി, 20ലാണ് കാണിക്കേണ്ടത്. എത്രയിലാണ് കാണിക്കേണ്ടത്? 20ലാണ് കാണിക്കേണ്ടത്. വിച്ച് അവർ ഈസ് ലോവർ. പറയുന്ന മനസ്സിലാകുന്നുണ്ടോ മക്കളെ? അതായത് നമ്മൾ 20 രൂപക്കാണ് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് കാണിക്കാം. പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? നെറ്റ് റിയലൈസബിൾ വാല്യൂ എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് മൈനസ് സെല്ലിംഗ് എക്സ്പെൻസ്. സെല്ലിംഗ് എക്സ്പെൻസിന്റെ എക്സാമ്പിൾ ആണ് ഞാൻ ഇവിടെ തന്നത്. ഡെലിവറി ചാർജസ്, സെല്ലിംഗ് കമ്മീഷൻ ഓൺ കൺസൈൻമെന്റ്, ഇതൊക്കെയാണ് സെല്ലിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നോട്ട് ചെയ്ത് വെച്ചോ മക്കളെ, ഇത് നോട്ട് ചെയ്യാൻ വേണ്ടി തന്നോ. നെക്സ്റ്റ് വൺ മോർ എക്സാമ്പിൾ. കോസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ വാങ്ങിച്ചത് 25 രൂപ.
ഓക്കെ. നിങ്ങളുടെ NRV എന്ന് പറയുന്നത് ഓക്കെ, NRV എന്ന് പറയുന്നത് 18 രൂപ. കാരണം നമുക്കറിയാലോ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ചെപ്പൽ ചെരുപ്പ്, ഫുട്വെയർ ഇൻഡസ്ട്രിയിൽ എങ്ങനെ അറിയോ, ഒരു ചെരുപ്പിന്റെ മോഡൽ ഇറങ്ങിക്കാൻ ഇപ്പൊ അങ്ങനെ ഉണ്ടോ എന്ന് അറിയില്ല, പണ്ടെല്ലാം അങ്ങനെയാണ്. ഒരു മോഡൽ ഇറങ്ങിക്കാൻ ആ മോഡൽ കുറേ കാലത്തേക്ക് ക്ലിക്ക് ആവും. ഓക്കെ, എന്നിട്ട് അതുകൊണ്ട് അതാണ് എല്ലാവരും ആ ടൈം യൂസ് ചെയ്യുക. അത് ബ്രാൻഡ് ഒന്നും ആരും നോക്കൂല. ഓക്കെ, ഇപ്പൊ എന്താന്ന് അറിയില്ല. ഓക്കെ, അതുകൊണ്ട് മാത്രം ഇന്നലെ ബ്രാൻഡ് ഒന്നും നോക്കൂല. പക്ഷെ നമ്മൾ ആ ടൈം എല്ലാവരും വാങ്ങിക്കും. ഓക്കെ, നിങ്ങൾ നോക്കിയാട്ടെ, ഒരു ഗുഡ്സ് നമ്മൾ എന്ത് ചെയ്ത് ഫസ്റ്റ് ആപ്പിളിന് വാങ്ങിച്ചു, അത് 25 രൂപക്കാണ് വാങ്ങിച്ചത്. ഒരു കൊല്ലം കഴിഞ്ഞു നമുക്ക് അതിന് കുറച്ച് യൂണിറ്റ്സ് വിൽക്കാൻ കഴിഞ്ഞ്, ചില യൂണിറ്റ്സ് വിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. വിൽക്കാൻ കഴിയാത്തതാണ് നമ്മൾ പറയുന്ന ക്ലോസിംഗ് സ്റ്റോക്ക്. എന്നിട്ട് അതിന്റെ വാല്യൂ ഇപ്പൊ നമുക്കത് വിറ്റാൽ ആകെ 18 രൂപയെ കിട്ടും. ഇപ്പൊ അത് വിറ്റാൽ നമുക്ക് എത്ര പൈസ കിട്ടും? നെറ്റ് റിയലൈസബിൾ വാല്യൂ എന്ന് പറഞ്ഞാൽ 18 രൂപ. 25 രൂപ വാങ്ങിക്കുമ്പോഴത് ഇപ്പൊ എത്ര രൂപ? 18 രൂപ. നമ്മൾ ചോദിക്കുന്നത് 25 രൂപ വാങ്ങിക്കണോ 18 രൂപ കാണിക്കണം? കോസ്റ്റ് ഓർ NRV whichever is lower. അത്രേ കാണിക്കേണ്ടത് 18 രൂപ. പറയുന്ന മനസ്സിലാകുന്ന മക്കളെ, 2 തരം എക്സാമ്പിളും ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞു. ഓക്കെ, സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് അല്ല മക്കളെ സ്റ്റോക്കിന്റെ വാല്യൂ, കോസ്റ്റ് ഓർ NRV. കോസ്റ്റ് ഓർ ആണ്, ഓറിനും ആന്റിനും വലിയ വാല്യൂ ഉണ്ട്. എന്റെ ലൈഫിൽ അത് 50,000 രൂപന്റെ വാല്യൂ ആണ് വന്നത്. ഓക്കെ, കോസ്റ്റ് ഓർ NRV whichever is lower. whichever is lower എന്ന് പറയുമ്പോൾ ഇത് രണ്ടിന്റെയിൽ ഏതാണ് വാല്യൂ ഉള്ളോ അതാണ് എടുക്കേണ്ടത്. അത് കോസ്റ്റ് ആവാം, NRV ആവാം. ഇപ്പൊ നമ്മൾ വിചാരിക്കുന്നത് കോസ്റ്റ് ആയിരിക്കും, ഇല്ല. ചിലപ്പോൾ നമ്മളെ പ്രൊഡക്റ്റ് ഔട്ട്ഡേറ്റഡ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് വിൽക്കേണ്ട പ്രൈസ് കുറവായിരിക്കും. സാധാരണ രീതിയിൽ എപ്പോഴും പ്രൊഡക്റ്റ് വിൽക്കുന്ന പൈസ കൂടുതലായിരിക്കും കോസ്റ്റിനെ കാട്ടി. ഇപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നഷ്ടത്തിന് വിൽക്കുന്നതാണ് അതിന്റെ അർത്ഥം. പിന്നെ ഒരു കാര്യമുണ്ട്, എന്തുകൊണ്ട് സാറേ ഈ ഒരു കോൺസെപ്റ്റ് വന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വാല്യുവേഷൻ വന്നത്? കോസ്റ്റ് ഓർ NRV whichever is lower. മക്കളെ, പ്രൂഡൻസ്. ഇതാണ് ഇവിടെ കൺസെപ്റ്റ്. പ്രൂഡൻസിന്റെ വേറെ പേരാണ് കോൺസർവേറ്റിസം അല്ലെങ്കിൽ കൺസർവേറ്റിസം, എന്തെങ്കിലും ആയിക്കോട്ടെ. അതായത് we should anticipate losses, but we should not anticipate profits. Okay, we should anticipate losses but we should not anticipate profits. ഇതാണ് കോൺസർവേറ്റിസം അല്ലെങ്കിൽ പ്രൂഡൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഓക്കെ, അക്കൗണ്ടിങ്ങിൽ ഒരു ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ആണ്. നഷ്ടങ്ങൾ നമ്മൾ ഇപ്പം തന്നെ കണ്ടറിയണം. നഷ്ടങ്ങൾ ഇല്ലെങ്കിൽ തന്നെ നമ്മൾ ഇപ്പം തന്നെ എന്ത് ചെയ്യണം? നഷ്ടമായിട്ട് ട്രീറ്റ് ചെയ്യണം. ലാഭങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യരുത്? ലാഭം ആയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റും? ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ കോൺസെപ്റ്റ്. പറയുന്ന മനസ്സിലാകുന്ന മക്കളെ, നിങ്ങൾ നോക്കിയാട്ടെ, 25 രൂപന്റെ സാധനം 18 രൂപയാണ് ഇപ്പൊ ഉള്ളത്. പക്ഷെ നമ്മൾ അത് വിറ്റിട്ടില്ല. ചിലപ്പോൾ നമുക്ക് അത് 19 രൂപക്ക് വിൽക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ എത്ര പൈസക്കാണ് കാണിക്കുന്നത്? 18 രൂപക്ക്. കാരണം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ 7 രൂപ നമ്മൾ ഈക്വലിനെ നഷ്ടമായിട്ട് ട്രീറ്റ് ചെയ്യും. അതാണ് ആന്റിസിപ്പേഷൻ ഓഫ് ലോസസ്. പറയുന്നത് മനസ്സിലാകുന്നില്ല? 25 രൂപയാണ് ശരിക്കും കാണിക്കേണ്ടത്, പക്ഷെ നമ്മൾ 18 രൂപയിലാണ് കാണിക്കുന്നത്. എന്തുകൊണ്ടാ? എനിക്ക് 18 രൂപക്കാ വിൽക്കാൻ പറ്റും. അന്നേരം 7 രൂപ ഓട്ടോമാറ്റിക് നമ്മൾ നഷ്ടമായിട്ട് ട്രീറ്റ് ചെയ്യും. ഇനി അടുത്ത ഇവിടെ നോക്കിയാട്ടെ, നമ്മൾ ഫസ്റ്റ് പറഞ്ഞ എക്സാമ്പിളില്, അതായത് 20 രൂപയാണ് കോസ്റ്റ്. 22 രൂപ നമ്മൾ ഇന്ന് വിറ്റാൽ കിട്ടും. പക്ഷെ ഇന്ന് വിറ്റിട്ടില്ല. ഇന്ന് വിറ്റാൽ കിട്ടും എന്ന് പറയുന്നത് നമ്മളെ ഫ്യൂച്ചർ ട്രെൻഡ്സ് ആണ്. അത് വേണ്ട അക്കൗണ്ടിങ്. വി ഷുഡ് നോട്ട് ആന്റിസിപ്പേറ്റ് പ്രോഫിറ്റ്സ്. 22 കാണിച്ചു കഴിഞ്ഞാൽ 2 രൂപ പ്രോഫിറ്റ് ട്രീറ്റ് ചെയ്യൽ ഈ ആന്റിസിപ്പേഷൻ ആണ്. കാരണം ക്ലോസിംഗ് സ്റ്റോക്ക് നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്നത് ക്രെഡിറ്റ് സൈഡ് ആണ്. ക്ലോസിംഗ് സ്റ്റോക്ക് ക്രെഡിറ്റ് സൈഡ് ട്രീറ്റ് ചെയ്താൽ നിങ്ങളുടെ ഗ്രോസ് പ്രോഫിറ്റ് കൂടും. അതുകൊണ്ട് നിങ്ങളോട് പറയുന്നത് 22 കാണിക്കരുത്, 20 കാണിക്കാൻ പറ്റൂ. സർ അതെന്താ? നിങ്ങൾ വിറ്റയിലെ ലാഭം കാണിച്ചത്, നിങ്ങൾ ഇപ്പം കാണിക്കുന്നത് റവന്യൂ റിയലൈസേഷൻ കൺസെപ്റ്റും ഇൻഡയറക്ട്ലി ഇവിടെ വന്നിട്ടുണ്ട്. പറയുന്നത് മനസ്സിലാകുന്ന മക്കളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൺസൈൻമെന്റ് ജേർണൽ എൻട്രീസ് എല്ലാം പറഞ്ഞിട്ട്, ഫസ്റ്റ് കൺസൈനിക്ക് ഗുഡ്സ് സെൻഡ് ചെയ്യുമ്പോൾ ജേർണൽ എൻട്രി, കൺസൈൻമെന്റ് അക്കൗണ്ട് ഗുഡ്സ് ആൻഡ് കൺസൈൻമെന്റ്. പിന്നെ നമ്മൾ കൺസൈനർ എന്തെങ്കിലും എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ജേർണൽ എൻട്രി, കൺസൈൻമെന്റ് അക്കൗണ്ട് ടു ബാങ്ക്. ഓക്കെ, അത് കൊടുക്കുന്നില്ലെങ്കിൽ ആർക്കാണോ കൊടുക്കാനുള്ളത് അവർ. ഓക്കെ, ടു പേബിൾ എന്ന് പറഞ്ഞിട്ട്. പിന്നെ അടുത്ത കൺസൈനി എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്ത ജേർണൽ എൻട്രി, കൺസൈൻമെന്റ് അക്കൗണ്ട് ടു കൺസൈനീസ് അക്കൗണ്ട്. പിന്നെ കൺസൈനറിന് എന്തെങ്കിലും അഡ്വാൻസ് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ടു കൺസൈനീസ് പേഴ്സണൽ അക്കൗണ്ട്. പിന്നെ നമ്മൾ സെയിൽ നടത്തിക്കാൻ കൺസൈനി എന്തെങ്കിലും എക്സ്പെൻഡിച്ചർ അതിന്റെ ജേർണൽ എൻട്രി പറഞ്ഞു. കൺസൈനി സെയിൽ നടത്തിക്കാൻ ജേർണൽ എൻട്രി. ക്യാഷ് സെയിൽ ആണെങ്കിൽ കൺസൈനീസ് അക്കൗണ്ട് ടു കൺസൈൻമെന്റ് അക്കൗണ്ട്. ഇനിയിപ്പോ അത് ക്രെഡിറ്റ് സെയിൽ ആണെങ്കിൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ടു കൺസൈൻമെന്റ് അക്കൗണ്ട്. പിന്നെ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ ജേർണൽ, ക്ലോസിംഗ് സ്റ്റോക്ക് അക്കൗണ്ട് ടു കൺസൈൻമെന്റ് അക്കൗണ്ട്. ബാഡ് ഡെപ്റ്റ് ഉണ്ടെങ്കിൽ ബാഡ് ഡെപ്റ്റ് അക്കൗണ്ട്,
കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ബാഡ് ഡെപ്റ്റ് കമ്മീഷൻ ഫോർ കൺസൈൻമെന്റ്. ഓക്കെ, അതിന് എന്ത് ചെയ്യണം? കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെപ്റ്റ് ടു കൺസൈനി, കാരണം കൺസൈനിൽ അത് കൊടുക്കാവുള്ളൂ. നമ്മൾ ലാസ്റ്റ് നെറ്റ് ചെയ്തിട്ട് കൺസൈനിനെ സെറ്റിൽ ചെയ്യും. ഓക്കെ, ഞാൻ എന്താ പറയാനുള്ളതെന്ന് വെച്ചാല്, അതായത് കൺസൈൻ നിങ്ങൾക്കറിയാം എല്ലാവരാണല്ലോ. കൺസൈനർ കൺസൈനിക്ക് ഗുഡ്സ് സെൻഡ് ചെയ്യും. ഓക്കെ, ഗുഡ്സ് സെൻഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇയാളൊരു ഡെപ്റ്റർ പോലെയാണ്. ഇയാൾ കുറെ പൈസ തരാനുള്ള നമ്മൾ ഡെപ്റ്റർ എന്നല്ല പറയുന്നത്, അങ്ങനെ വിചാരിക്കും. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാല് കൺസൈനർ നമുക്ക് എല്ലാവരും അങ്ങനെ വിശ്വസിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞില്ല, ഏതോ ഒരാളാണ് ഡൽഹിയിലുള്ള, ചിലപ്പോൾ നമുക്ക് അറിയുന്ന ആളായിരിക്കും, ചിലപ്പോൾ അറിയാത്ത ആളായിരിക്കും. അറിയുന്ന ആളായാലും വിശ്വസിക്കാൻ പാടാണ്, അറിയാത്ത ആളായാലും വിശ്വസിക്കാൻ പാടില്ല. രണ്ടാളും പറ്റിക്കും, അത് ഗ്യാരണ്ടിയാണ്. ഓക്കെ, എക്സെപ്ഷണൽ കാറ്റഗറീസ് പഠിക്കാം. ഇപ്പൊ കൺസൈനർ എന്ത് ചെയ്യുന്ന വെച്ചാല് ഒരു ഡ്രാഫ്റ്റ് അയക്കും. ഓക്കെ, ഡ്രാഫ്റ്റ് സെൻഡ് ചെയ്യും, അല്ലെങ്കിൽ ബില്ല് ഇഷ്യൂ ചെയ്യും. ഓക്കെ, ബില്ല് എന്ന് പറഞ്ഞാൽ ആ ബില്ലല്ല, ഇൻവോയ്സ് അല്ല, ബിൽ ഓഫ് എക്സ്ചേഞ്ച് അയക്കും. ഓക്കെ, ഇയാൾ എന്ത് ചെയ്യും? ആക്സെപ്റ്റ് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് അയക്കും. അങ്ങനെയാണെങ്കിൽ ആരെ ആക്സെപ്റ്റ് ചെയ്യുന്നത്? കൺസൈനി. ഇത് ആരാ ബുക്സ് ഉണ്ടാക്കുന്നത്? കൺസൈനറെ. ഓക്കെ, കൺസൈനി ആക്സെപ്റ്റ് ചെയ്ത് ആരെ ഇഷ്യൂ ചെയ്യുന്നത്? കൺസൈനർ. എന്നിട്ട് ഇത് ബിൽസ് റിസീവബിൾ ആണോ ബിൽസ് പേയബിൾ ആണോ? ബിൽസ് റിസീവബിൾ. ജേണൽ എൻട്രി എന്താണ്? ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു കൺസൈനി. സാധാരണ ജേണൽ എൻട്രി എന്താ? ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡെപ്റ്റർ. ഇവിടുത്തെ ജേണൽ എൻട്രി ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു കൺസൈനി. പറയുന്ന മനസ്സിലാകുന്ന മക്കളെ? ഈ സംഭവം നമ്മൾ അക്കൗണ്ട് കാർഡിൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞിട്ട് ഒന്നുമില്ല. ഇപ്പൊ ഞാൻ കൺസൈനർ ആണ്, ഒരാൾ കൺസൈനിയാണ്. കൺസൈൻ ഓട്ടോമാറ്റിക്കലി പൈസ തരാനുണ്ടാവും, കാരണം എന്റെ ഗുഡ്സ് വലിയ എമൗണ്ടിന്റെ ഗുഡ്സ് ആയിരിക്കും അയാളെ കയ്യിലുള്ളത്. ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ അയാൾക്ക് ഒരു ബില്ല് ഇഷ്യൂ ചെയ്യും, അയാൾ അത് ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക് അത് ബിൽസ് റിസീവബിൾ ആവും. അത് ബിൽസ് റിസീവബിൾ ആവും. ഞാൻ എന്ത് ചെയ്യും? 3 മാസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യും? ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്താൽ എനിക്ക് പൈസ. ഇതാണ് ബിൽസ് റിസീവബിൾ. ഞാൻ ഇഷ്യൂ ചെയ്തു, അയാൾ ആക്സെപ്റ്റ് ചെയ്തു, അയാൾ ഇഷ്യൂ ചെയ്ത് ഞാൻ ആക്സെപ്റ്റ് ചെയ്ത എന്താണ്? ബിൽസ് പേയബിൾ. ഓക്കെ, ബിൽസ് റിസീവബിൾ ജേണൽ എൻട്രി എന്താ? ബില്ല് കൂടുന്നു, ഡെപ്റ്റർ കുറയുന്നു. ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡെപ്റ്റർ. ഇവിടെ ഡെപ്റ്റർ ആരാ? കൺസൈനി. ഡെപ്റ്റർ ആരാ? ഡെപ്റ്റർ അല്ല, കൺസൈനിയാണ് ഇപ്പൊ തരാനുള്ളത്. എന്നിട്ട് നമ്മൾ തൽക്കാലം ഡെപ്റ്റർ കൺസൈനിയെ ഡെപ്റ്റർ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. പറയുന്നത് മനസ്സിലാകുന്ന മക്കളെ? ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ് നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത്. എക്സ് സെൻഡ്. ഓക്കെ, എക്സ് സെൻഡ് ഓൺ 1st July 2016 ടു വൈ. ഗുഡ്സ് കോസ്റ്റിംഗ് 50,000. എത്രയാണ് അതിന്റെ കോസ്റ്റിംഗ്? 50,000. ഓക്കെ, കോസ്റ്റിംഗ് 50,000. കോസ്റ്റിംഗ് 50,000 എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ആണ് വിചാരിക്കുന്നത്, പർച്ചേസ് പ്രൈസ് ആണ് ജനറലി ഉദ്ദേശിക്കുന്നത്. ആൻഡ് സ്പെൻഡ് ഓക്കെ 1000 ഓൺ പാക്കിംഗ് എക്സെട്ര. ഓക്കെ, പാക്കിങ്ങിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല, ഓട്ടോമാറ്റിക് ട്രീറ്റ് ചെയ്ത് ഡയറക്റ്റ്. ഓക്കെ, അല്ലെങ്കിൽ അതില്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വിൽക്കാൻ പറ്റില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഓൺ 3rd July 2016 Y received the goods and sent his acceptance to X for 30,000 payable at 3 months. ഓക്കെ, ഇതെന്താണ്? ബിൽസ് റിസീവബിൾ. ഓക്കെ, വൈ റിസീവ്ഡ് ദ ഗുഡ്സ്. വൈക്ക് ഗുഡ്സ് കിട്ടിയതാണ് വൈ എന്താ ചെയ്തത്? ആക്സെപ്റ്റൻസ് അയച്ചു, 30,000 രൂപന്റെ ഒരു ചെക്ക് അയച്ചു. ഓക്കെ, ബിൽസ് റിസീവബിൾ ഞാൻ ഓൾറെഡി പറഞ്ഞു. എന്നിട്ട് വൈ സ്പെൻഡ് 2,000 ഓൺ ഫ്രൈറ്റ്. ഓക്കെ, ഫ്രൈറ്റിന്റെ സ്പെല്ലിംഗ് തെറ്റാണ്, FREIGHT ആണ്. ഫ്രൈറ്റ് ആൻഡ് കാർട്ടേജ്. ഓക്കെ, ₹500. 2,000 on freight and cartage. Okay, 500 on go down rent, 300 on insurance. Okay, ഇതാണ് ആര് ചെലവാക്കിയത്? വൈ കൺസൈൻ എന്ന് പറയുന്ന ആള് ചെയ്തത്. ഓക്കെ, ഇത് കൺസൈനർ. കൺസൈൻ അതിന് നമ്മളോട് പറയുന്നത് ഓൺ 31st December. 31st December എന്ന് പറഞ്ഞാല് 6 months കഴിഞ്ഞ്. ഓക്കെ, 6 ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 6 മാസം കഴിഞ്ഞ ശേഷം he sets his account sales. account sales എന്താ നമുക്കറിയാം. along with the amount due to X. അതെന്തുണ്ട്? എത്രയാണ് എക്സിന് കൊടുക്കാനുള്ളത്? അത് നമുക്ക് വലിയ ഇമ്പോർട്ടന്റ് അല്ല, അത് മാറ്റി വെച്ച്. showing that
4/5 of the goods had been sold for 55,000. നിങ്ങൾ എത്രയാണോ ഗുഡ്സ് അയച്ചത് അതിന്റെ 4/5 അഞ്ച് വീതമെങ്കിൽ 5 വീതമാണെങ്കിൽ 4 വീതം അയച്ചു വിറ്റു. ഓക്കെ, 4/5 of the goods had been sold. എത്ര പൈസക്കാ വിറ്റത്? 55,000 രൂപ. ഓക്കെ, Y is entitled to a commission of 10%. Okay, one of the customers turned insolvent and could not pay 600 due from him. Okay, could not pay 600 due from him. And after the bad debt, show necessary journal entries in the books of account and എന്താ പറയുന്നത് journal entries and ledger accounts. Prepare ledger accounts. Okay, ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. മക്കളെ മനസ്സിലാകുന്നില്ല? ഇവിടെ എല്ലാ ജേർണൽ എൻട്രീസും ചോദിക്കുന്നുണ്ട്. അതായത് ഇവിടെ ഓട്ടോമാറ്റിക്കലി എന്താ സംഭവിക്കുന്ന വെച്ചാൽ എത്രയാണോ വൈ തരാനുള്ള ആ പൈസ വരെ തരുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് ട്രീറ്റ് ചെയ്യാം. വൈ എത്രയാണോ തരാനുള്ളത് അതുവരെ ട്രീറ്റ് ചെയ്യും. ഓക്കെ, ശ്രദ്ധിക്കുക എല്ലാവരും. വേറൊരു കാര്യമുണ്ട്. ഓക്കെ, വേറെ നിങ്ങൾ എന്ത് ചെയ്യുന്ന ജസ്റ്റ് ഞാൻ പഠിപ്പിച്ചെന്ന പോലെ. ഓക്കെ, ഞാൻ പഠിപ്പിച്ചെന്ന പോലെ ആൻസർ നിങ്ങളെ മെറ്റീരിയൽ നോക്കണ്ട. നിങ്ങൾ ഞാൻ പഠിപ്പിച്ചെന്ന പോലെ പ്രോബ്ലം ചെയ്യും. ഞാൻ പഠിപ്പിച്ചെന്ന പോലെ പ്രോബ്ലം ചെയ്താട്ടെ, പെട്ടെന്ന് ചെയ്താട്ടെ. ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല, എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ പ്രോബ്ലം ചെയ്യും. സർ ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടില്ല. ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ നിങ്ങൾ കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കിയാണെന്ന് ഞാൻ പഠിപ്പിച്ചാലല്ലെങ്കിൽ. ഇത് ജസ്റ്റ് ഒരു ബേസിക് ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇത് എക്സാം ഓറിയന്റഡ് ക്വസ്റ്റ്യൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റൂല. നമുക്കൊന്ന് ജസ്റ്റ് മനസ്സിലാക്കാം എന്താണ് കൺസൈൻമെന്റ് എന്നുള്ളത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ സെൻഡ് ചെയ്തു. ജേർണൽ കൺസൈൻമെന്റ് അക്കൗണ്ട് ടു ഗുഡ്സ് ആൻഡ് ഓഫ് കൺസൈൻമെന്റ്. എത്ര പൈസന്റെ ഗുഡ്സ് അയച്ചത്? 50,000. 1 ഡേറ്റ് ഒക്കെ തന്നിട്ട് ഡേറ്റ് ഒക്കെ തന്നുകൊണ്ട് നമുക്ക് മെൻഷൻ ചെയ്യാം. അടുത്ത 17 കൺസൈൻമെന്റ് അക്കൗണ്ട് ടു ബാങ്ക്. എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്തിട്ടുണ്ട് 1000 റുപ്പീസിന്. ഓക്കെ, അത് പാക്കിങ്ങിന്റെ. അത് കൺസൈനർ ഇൻകർ ചെയ്തോണ്ടാണ് ഈ ജേർണൽ. കൺസൈനർ ഇൻകർ ചെയ്യുന്ന ഒരു ജേർണൽ എൻട്രി, കൺസൈനിങ് ഇൻകർ ചെയ്യുന്ന ഒരു ജേർണൽ എൻട്രി. നെക്സ്റ്റ് ബിൽസ് റിസീവബിൾ 3rd 7 ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ടു കൺസൈനി 30,000 റുപ്പീസ്. ഓക്കെ, നെക്സ്റ്റ് ജേർണൽ എൻട്രി എന്ന് പറയുമ്പോൾ 3rd 7 തന്നെയാണ്. കൺസൈൻമെന്റ് അക്കൗണ്ട് ടു കൺസൈനി 2,800. അത് കൺസൈനി ഇൻകർ ചെയ്ത എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ടുള്ള ജേർണൽ എൻട്രി ആണ്. മക്കളെ മനസ്സിലാവുന്നുണ്ടോ? 3A ബില്ല് 3 മാസത്തതാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ 6 മാസത്തെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബില്ലിംഗ് ഹോൺ റേറ്റിന്റെ ജേർണൽ എൻട്രിയും പാസ് ചെയ്യണം. ഓക്കെ, ബാങ്ക് അക്കൗണ്ട് ടു ബിൽസ് റിസീവബിൾ 30,000. ബില്ല് ഹോൺ റേറ്റിന്റെ ജേർണൽ എൻട്രി എന്താ? ബാങ്ക് അക്കൗണ്ട് ടു ബിൽസ് റിസീവബിൾ. നമ്മൾ ബാങ്കിൽ പോകും, ബില്ല് കൊടുക്കും. അവിടെ നമുക്ക് ബാങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ വരും. ബാങ്ക് കൂടും, അതുകൊണ്ട് ബാങ്ക് ഡെബിറ്റ് ചെയ്യുക. ബിൽസ് റിസീവബിൾ എന്ന് പറയുന്ന അസറ്റ് ഇല്ലാണ്ടാകുന്നത്, അതുകൊണ്ട് അത് ക്രെഡിറ്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ജേർണൽ എൻട്രി സെയിൽസിൻ്റെതാണ്. കൺസൈനി ഓർ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ടു കൺസൈൻമെന്റ്. ഇങ്ങനെയാണ് ഞാൻ ജേർണൽ എൻട്രി പാസ് ചെയ്തത്. ഓക്കെ, എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല എത്രത്തോളം ക്യാഷ് സെയിൽ ഉണ്ട്, എത്രത്തോളം ക്രെഡിറ്റ് സെയിൽ ഉണ്ട്. തൽക്കാലം ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. സർ ഇത് റൈറ്റ് ആണ്, എക്സാം ഓറിയന്റഡ് റൈറ്റ് അല്ല, ബട്ട് തൽക്കാലം ഇത് റൈറ്റ് ആണ്. ഇത് കൺസെപ്റ്റ് മനസ്സിലാക്കാനുള്ള പ്രോബ്ലം മക്കളെ, അല്ലാതെ നമ്മൾ ഇത് വലിയൊരു ഹെവി പ്രോബ്ലം ആയിട്ട് എടുക്കണം. നമ്മളിത് റൈറ്റ് ആൻസറിലേക്കും പോകും. ആയിട്ടില്ല, വെയിറ്റ്. ഇതാണ് ഞാനിപ്പോ ജേർണൽ എൻട്രി പാസ് ചെയ്തത്. സർ ക്യാഷ് സെയിൽ ആയിക്കൂടെ? ക്യാഷ് സെയിൽ ആവാം. സർ ക്രെഡിറ്റ് സെയിൽ ആയിക്കൂടെ? ക്രെഡിറ്റ് സെയിലും ആവാം. എന്തുകൊണ്ടാ? ബാഡ് ഡെപ്റ്റ് ക്രെഡിറ്റ് സെയിൽ അല്ലാതെ വരില്ല. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ജേർണൽ എൻട്രി പാസ് ചെയ്തത്. അടുത്ത ബാഡ് ഡെപ്റ്റിന്റെ ജേർണൽ എൻട്രി കൺസൈൻമെന്റ് അക്കൗണ്ട് ടു ഡെപ്റ്റേഴ്സ് 600 റുപ്പീസ്. മക്കളെ ഓക്കെ ആണ് ഇതുവരെ? പിന്നെ അടുത്ത ജേർണൽ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്മീഷന്റെ ജേർണൽ എൻട്രി ആണ്. ഓക്കെ, ഞാൻ ഇവിടെ നറേഷൻ ഒന്നും കൊടുത്തില്ല, ജസ്റ്റ് കാരണം ബേസിക് ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് മാത്രമാണ്. കമ്മീഷന്റെ ജേർണൽ എൻട്രി 5,500. കൺസൈൻമെന്റ് അക്കൗണ്ട് ടു കൺസൈനി. ഓക്കെ മക്കളെ, 5,500 എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഉറപ്പാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കമ്മീഷൻ ഈസ് ഓൺ ഗ്രോസ് സെയിൽസ്. ഓക്കെ, കമ്മീഷൻ ഈസ് ഓൺ ഗ്രോസ് സെയിൽസ്. ഒന്നും പറഞ്ഞില്ല, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. കമ്മീഷൻ ഈസ് ഓൺ ഗ്രോസ് സെയിൽസ്. സെയിൽസ് എത്രയാ? 55,000. അതിന്റെ 10% എത്രയാ? 5,500. ചെറിയ ചെറിയ പറഞ്ഞു. പറഞ്ഞു കാണിച്ചാൽ കൺസൈൻമെന്റ്. ഓക്കെ,
ഇവിടെ എഴുതിയ പോലെ ഓർമ്മയുണ്ടല്ലോ. ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഗ്രോസ് സെയിൽസ് ആണ്. അത് റിവൈസ് ചെയ്യാൻ ഞാൻ പറഞ്ഞത്. ഓക്കെ, കാണില്ല അവിടെ എഴുതി വെച്ച്. ഓക്കെ, വാട്ടർ അതോ അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പൊ മനസ്സിലാക്കോ. ദാറ്റ് ഈസ് ഗ്രോസ് സെയിൽസിന്റെ മേലെയാണ് എന്ത്. ഓക്കെ, ഗ്രോസ് സെയിൽസിന്റെ മേലെ എന്ത് നമ്മുടെ കമ്മീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ചില ആൾക്കാർ പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അടുത്ത ലാസ്റ്റ് ജേണൽ എൻട്രി എന്ന് പറയുന്നത് തൽക്കാലം നമ്മുടെ ലാസ്റ്റ് ജേണൽ എൻട്രി സ്റ്റോക്കിന്റെ ജേണൽ എൻട്രി ആണ്. സ്റ്റോക്ക് ഓൺ കൺസൈൻമെന്റ് അക്കൗണ്ട് ടു കൺസൈൻമെന്റ് വർക്കിംഗ് നോട്ട് നമ്പർ 1. അത് നമ്മൾ കണ്ടുപിടിക്കണം. അത് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു. സ്റ്റോക്ക് ഓൺ കൺസൈൻമെന്റ് എഴുതുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് എഴുതുന്നത് സ്റ്റോക്ക് ഓൺ കൺസൈൻമെന്റ് അക്കൗണ്ട് ടു കൺസൈൻമെന്റ്. സർ അതെന്താ അങ്ങനെ എഴുതുന്നത്? നമുക്ക് കൺസൈൻമെന്റ് സ്റ്റോക്ക് ഉണ്ടാവും, നമുക്ക് നമ്മുടെ അടുത്തുള്ള സ്റ്റോക്ക് ഉണ്ടാവും. കൺസൈൻമെന്റ് കയ്യിലല്ല ആ സ്റ്റോക്ക് ഉള്ളത്. അതാണ് എന്നാൽ നമ്മളതല്ലേ സ്റ്റോക്ക്. അങ്ങനെയാണ് നമ്മൾ സ്റ്റോക്ക് ഓൺ കൺസൈൻമെന്റ്. പിന്നെ നമ്മൾ ഇവിടുന്ന് വിൽക്കുന്നുണ്ടാവും, ആ സ്റ്റോക്ക് നമ്മുടെ അടുത്തുണ്ടാവും. എന്നാൽ നമ്മളെല്ലാം സെഗ്രിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് സ്റ്റോക്ക് ഓൺ കൺസൈൻമെന്റ്, സ്റ്റോക്ക് ഓൺ നോർമൽ സെയിൽ അങ്ങനെയെല്ലാം കാണിക്കുന്നത്. പറയുന്നത് മനസ്സിലാവുന്നില്ല? ഇനി സ്റ്റോക്കിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഒരു കാര്യം മനസ്സിലാക്കിയോ, ഇവിടെ നെറ്റ് റിയലൈസബിൾ വാല്യൂ എന്ന് പറയുന്നത് തന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? കോസ്റ്റ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. കോസ്റ്റ് ഓഫ് പർച്ചേസ്. ഓക്കെ, കോസ്റ്റ് ഓഫ് പർച്ചേസ് നമ്മൾ അതാണ് കണ്ടുപിടിക്കുന്നത്. അതായത് 50,000 രൂപയാണ് വാല്യൂ. ഓക്കെ, 50,000 രൂപന്റെ മേലെ പർച്ചേസ് പ്രൈസ് 50,000 രൂപ. പാക്കിംഗ് ചാർജസ് എത്രയാണ്? 1000 രൂപ. ഇതാണ് ചെലവ്. ഇതാണ്, അതായത് നമ്മൾ വാങ്ങിച്ചു, ഇത് പാക്ക് ചെയ്യാണ്ട് വിൽക്കാൻ പറ്റാത്തതുകൊണ്ട് പാക്ക് ചെയ്തു. ഇതാണ് നമ്മുടെ എക്സ്പെൻഡിച്ചേഴ്സ്. ഇത് രണ്ടും നമ്മൾ ഇൻകർ ചെയ്തു. മക്കൾ ഇതോട് നിർത്തുന്നില്ല. സർ അതെന്താ നിർത്തുന്നില്ല? വെയിറ്റ് ചെയ്യും. അതായത് ശ്രദ്ധിച്ചോ എല്ലാവരും, ഞാൻ ഇവിടുന്ന് അയച്ചു, കൺസൈനിക്ക് എത്താണ്ട് കൺസൈനിക്ക് വിൽക്കാൻ പറ്റൂല. കൺസൈനിങ് ചിലപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും മാൻഡേറ്ററി എക്സ്പെൻഡിച്ചർ ചാർജ് ചെയ്യണം, മാൻഡേറ്ററി എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്യണം. പറയുന്നത് മനസ്സിലാവില്ല മക്കളെ? ഞാൻ ഇവിടുന്ന് കൺസൈനിക്ക് അയക്കുന്ന എല്ലാ എക്സ്പെൻഡിച്ചറും എന്താണ്? ഡയറക്റ്റ് എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് പർച്ചേസ്. എന്തുകൊണ്ടാണ്? കാരണം ഞാൻ ഇവിടുന്ന് അയക്കാണ്ട് കൺസൈനിക്ക് കിട്ടൂല, കൺസൈനിക്ക് കിട്ടാണ്ട് അത് വിൽക്കാൻ പറ്റൂല. അത് മാത്രമല്ല, കൺസൈനി ചില എക്സ്പെൻഡിച്ചേഴ്സ് ഇൻകർ ചെയ്യും. അതും എന്താണ്? ഡയറക്റ്റ് എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് പർച്ചേസ് ആണ്. കാരണം കൺസൈനി ആ എക്സ്പെൻഡിച്ചേഴ്സ് ഇൻകർ ചെയ്യാൻ നമുക്ക് അത് വിൽക്കാൻ പറ്റൂല. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഫോർ എക്സാമ്പിൾ, കൺസൈനിന്റെ റെയിൽവേ സ്റ്റേഷനിൽ കൺസൈനിന്റെ ഗോഡൌണിന്റെ അടുത്തുള്ള ഒരു റെയിൽവേ സ്റ്റേഷനിൽ പ്രൊഡക്റ്റ് എത്തി. അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ പോയിട്ട് നിങ്ങൾ ആ പ്രൊഡക്റ്റ് വാങ്ങിക്കണം. വാങ്ങിച്ചതിന് ശേഷം അവിടുന്ന് ലോഡ് ചെയ്യണം. ലോഡ് ചെയ്തിട്ട് അയാളെ ഗോഡൌണിൽ എത്തിക്കണം. എന്നിട്ട് അവിടെ ഫ്ലൈറ്റ് ചാർജസ്, കാർട്ടേജ് ഓക്കെ, ഫ്ലൈറ്റ് ചാർജസ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ആണ്. കാർട്ടേജ് എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെയാണ്. ഇവിടെ കട്ടിൽ കൊണ്ടുപോകുന്നത് കാർട്ടേജ്. ഓക്കെ, ആനിമൽ യൂസ് ചെയ്തിട്ട് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പറയാം കാർട്ടേജ്. ഓക്കെ, ഈ കാർട്ടേജ് മാൻഡേറ്ററി ആണ് നമ്മുടെ ഗോഡൌണിലേക്ക് നമ്മുടെ പ്രൊഡക്റ്റ് എത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ ഗോഡൌണിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വിൽക്കാൻ പറ്റും. ഓക്കെ, ഗോഡൌണിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും, വിൽക്കാൻ പറ്റും. പറയുന്നത് മനസ്സിലാവില്ല? അതുകൊണ്ട് തന്നെ കൺസൈനർ ഇൻകർ ചെയ്യുന്ന എക്സ്പെൻഡിച്ചർ മാത്രമല്ല കോസ്റ്റ് ഓഫ് പർച്ചേസ്. കൺസൈനി എന്തെങ്കിലും മാൻഡേറ്ററി എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്യുന്നുണ്ടെങ്കിൽ അതും കോസ്റ്റ് ഓഫ് പർച്ചേസ് ആണ്. സർ എന്താണ് അത്? നമ്മൾ ആ ഐറ്റം വായിച്ചിട്ട് മനസ്സിലാക്കണം. ഫ്ലൈറ്റ്, കാർട്ടേജ്, ഓക്ടോയ്, അതേപോലെ എന്തെങ്കിലും ഡയറക്റ്റ് എക്സ്പെൻഡിച്ചർ നമ്മൾ സാധാരണ പറയുന്നത്. കാരണം അത് ഇൻകർ ചെയ്യാണ്ട് എന്ത് ചെയ്യൂല, കൺസൈനിക്ക് വിൽക്കാൻ പറ്റൂലെങ്കിൽ അതെന്താണ്? കോസ്റ്റ് ഓഫ് പർച്ചേസ് ആണ്. പറയുന്നത് മനസ്സിലാകുന്ന മക്കളെ? നമുക്ക് തന്നത് ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് പാക്കിംഗ് ചാർജസ് തന്നിട്ടുണ്ട്. പാക്കിംഗ് ചാർജസ് ഒരു ഡൗട്ടും ഇല്ലാണ്ട് നമുക്ക് പറയാം അത് കോസ്റ്റ് ഓഫ് പർച്ചേസിന്റെ ഭാഗമാണ്. നെക്സ്റ്റ് 3 ഐറ്റംസ് തന്നിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ എഴുതാം തൽക്കാലം. ഇൻഷുറൻസ്, ഗോഡൌൺ റെന്റ്, ഫ്രൈറ്റ് ആൻഡ് കാർട്ടേജ്. മക്കളെ ഞാനിപ്പം പറഞ്ഞ എക്സ്പ്ലനേഷനിൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി. ഫ്ലൈറ്റ് ആൻഡ് കാർട്ടേജ് എന്ന് പറയുന്നത് എന്താണ്? ഡയറക്റ്റ് എക്സ്പെൻഡിച്ചർ ആണ്, അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് പർച്ചേസിന്റെ ഭാഗമായിട്ട് വരും. നിങ്ങൾ അതും ആഡ് ചെയ്യുക. ഫ്രൈറ്റ് ആൻഡ് കാർട്ടേജ് എത്ര എമൗണ്ട്? ഫ്ലൈറ്റ് ആൻഡ് കാർട്ടേജിന്റെ 2000 rupees. എത്രയാണ്? 2000 rupees. ഇനി അടുത്ത ഗോഡൌൺ റെന്റ് ആൻഡ് 500 ഓൺ ഗോഡൌൺ റെന്റ് 300 ഓൺ ഇൻഷുറൻസ്. ഞാൻ ചോദിക്കട്ടെ മക്കളെ, ഈ ഗോഡൌൺ റെന്റ് എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്യാതെ നമുക്ക് ഇത് വിൽക്കാൻ പറ്റൂല? വിൽക്കാൻ പറ്റൂ.
ഗോഡൌൺ റെന്റ് എന്നെല്ലാം പറയുന്നത് ഒരു റെക്കറിംഗ് എക്സ്പെൻഡിച്ചറുമാണ്. പക്ഷെ അതില്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രൊഡക്റ്റ് അവൈലബിൾ ഫോർ സെയിൽ ആണ്. നമ്മൾ എന്താ പറയുക വെച്ചാൽ പ്രൊഡക്റ്റ് വിൽക്കാനുള്ള സിറ്റുവേഷനിൽ എത്തുന്നവരുള്ള എക്സ്പെൻഡിച്ചർ ആണ് ഡയറക്റ്റ് എക്സ്പെൻഡിച്ചർ. എനി എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ടു മേക്ക് ദി ഗുഡ്സ് റെഡി ഫോർ സെയിൽ, വിൽക്കാൻ പറ്റുന്ന രൂപത്തിൽ അവിടെ ഗോഡൌൺ അടിക്കാൻ വിൽക്കാൻ പറ്റുന്ന രൂപവും ഇല്ല. ഇൻഷുറൻസ് പേ ചെയ്താൽ രൂപവും. ഇൻഷുറൻസ് എന്തിനാണ്? തീ പിടിച്ചു പോയിട്ടുണ്ടെങ്കിൽ നഷ്ടം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രളയം വന്നിട്ട് നഷ്ടപ്പെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഗോഡൌൺ റെന്റ് ആൻഡ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് എക്സ്പെൻഡിച്ചർ ആണ്. ഇറ്റ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് കോസ്റ്റ് ഓഫ് പർച്ചേസ്. എന്തുകൊണ്ട് അതാ മനസ്സിലാക്കേണ്ടത് മക്കളെ. ഒരു എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്തിട്ട് ആ എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്തിട്ട് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഗുഡ്സ് റെഡി ഫോർ സെയിൽ എത്തിക്കാൻ പറ്റും. റെഡി ഫോർ സെയിൽസ് എന്ന് പറഞ്ഞാൽ വിൽക്കാൻ പറ്റുന്ന രൂപത്തിൽ അല്ലെങ്കിൽ വിൽക്കാൻ പറ്റുന്ന സ്ഥലത്ത്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? റെഡി ഫോർ സെയിൽ എന്ന് പറഞ്ഞാൽ ആ ഗുഡ്സ്, അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ചോക്ലേറ്റ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ചോക്ലേറ്റ് ഒരു ബക്കറ്റിൽ ഉണ്ടാക്കി വെച്ചെന്ന് വിചാരിക്കും. ആ ചോക്ലേറ്റ് പിന്നെ നമ്മൾ എന്ത് ഷേപ്പ് ചെയ്തിട്ട് നമ്മൾ ഡയറി മിൽക്കായിട്ട് വിൽക്കുന്നത്. ഈ ചോക്ലേറ്റ് ബക്കറ്റിലാക്കിയിട്ട് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഷീം ബേക്കറി കൊണ്ടുപോയി നടുക്ക് വെക്കാം. കണ്ണൂരിലെ ഷീം ബേക്കറിൽ ഓക്കെ. അതിൽ നടുക്ക് വെച്ചിട്ട് വരെ ആൾക്കാർ വരുന്നതിനകത്ത് കോരിയിട്ട് എടുത്തിട്ട് പോയിക്കോ. വിൽക്കാൻ പറ്റുന്ന രൂപ അല്ല, വിൽക്കാൻ പറ്റുന്ന രൂപ അല്ല. അത് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റ് എന്നിട്ട് വിൽക്കാൻ പറ്റും. ഓക്കെ, വേറെ എന്തെങ്കിലും രൂപം എന്നിട്ട് വിൽക്കാൻ പറ്റും. ഞാൻ പറഞ്ഞത് നമ്മള് ലോജിക്കായിട്ട് ചിന്തിക്കണം. അത് ആയിക്കഴിഞ്ഞ് സംഭവം ചോക്ലേറ്റ് ജസ്റ്റ് ഒന്ന് കുറച്ച് കട്ട പിടിക്കണം എന്നുള്ളൂ. അങ്ങനെ വിചാരിച്ചാൽ എന്താ ചെയ്യുക? ബക്കറ്റ് ഫ്രിഡ്ജിലൊക്കെ കട്ടാക്കിയിട്ട് ഒരാൾ എന്ത് ചെയ്യുക? പൊട്ടിച്ച് കത്തെടുത്ത് പൊട്ടിച്ചിട്ട് എന്ത് ചെയ്യുക? കൊടുക്കുക. അല്ല, ചെയ്യാൻ പറ്റൂല. പറയുന്ന മനസ്സിലാകുന്ന മക്കളെ, അതായത് റെഡി ഫോർ സെയിൽ. നമ്മൾ ആ സെയിൽ ചെയ്യുന്ന രൂപത്തിലെത്തണം. ഞാനിവിടുന്ന് പ്രൊഡക്റ്റ് അയച്ചു. ചിലപ്പോൾ ഞാനിവിടുന്ന് പ്രൊഡക്റ്റ് അയച്ചപ്പോൾ അയാൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, അയാൾക്ക് അവിടെ എത്തുമ്പോൾ ചെറിയ മൈനർ കാര്യങ്ങളെല്ലാം വരും. മൈനർ എക്സ്പെൻഡിച്ചേഴ്സ് എല്ലാം ഇൻകർ ചെയ്യും. ആ എക്സ്പെൻഡിച്ചേഴ്സ് ഡയറക്റ്റ് ആണോ ഇൻഡയറക്റ്റ് ആണോ? മാൻഡേറ്ററി ആണെങ്കിൽ ഡയറക്റ്റ്, മാൻഡേറ്ററി അല്ലെങ്കിൽ ഡയറക്റ്റ്. മാൻഡേറ്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? മാൻഡേറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗുഡ്സ് നമ്മുടെ ഗോഡൌണിൽ എത്തുന്നവരുടെ എക്സ്പെൻഡിച്ചറാണ്. അതിന് ഗോഡൌൺ റെന്റ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഇൻഷുറൻസ് വേണം നിർബന്ധമില്ല. പറയാൻ മനസ്സിലാകുന്നുണ്ടോ? പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഇൻഷുറൻസ് വേണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ അവിടെ എഴുതി വെക്കണം ഇൻഷുറൻസ് വേണ്ടെന്ന്. അല്ല, കൺസൈനി ഇൻകർ ചെയ്യുന്ന ഇൻഷുറൻസ് വേണ്ട. കാരണം എന്താണെന്നറിയോ? ബിൽഡിങ്ങിന്റെ ഇൻഷുറൻസ് ആകാൻ ചാൻസ് കൂടുതൽ. നിങ്ങൾ നോക്കിയാട്ടെ, കൺസൈനറിന് ഞാൻ കണ്ണൂരിലെ ഞാൻ എന്റെ പ്രൊഡക്റ്റ് ഡൽഹിയിലേക്ക് അയക്കുമ്പോൾ ഞാനൊരു ഇൻഷുറൻസ് എടുത്തു, ട്രാൻസിറ്റ് ഇൻഷുറൻസ്, യാത്ര പോകുന്ന ഇൻഷുറൻസ്. അതായത് പോകുന്ന വഴിക്ക് ബസ് ആ ലോറി എന്ത് ചെയ്ത് ഒരു കൊക്കയിലേക്ക് മറന്നു വീണു. മറന്നു വീണെങ്കിൽ ഞാനൊരു ഇൻഷുറൻസ് എടുക്കും. മറന്നു വീണെങ്കിൽ എനിക്ക് നഷ്ടം പറ്റാണ്ടിരിക്കാൻ പറ്റും. പറയുന്ന മനസ്സിലാവില്ല. അത് ഡയറക്റ്റ് എക്സ്പെൻസ്. കാരണം എന്റെ പ്രൊഡക്റ്റ് അവിടെ എത്തണമെങ്കിൽ ഈ ട്രാൻസിറ്റ് ഇൻഷുറൻസ് വേണം. പറയുന്ന മനസ്സിലാവുന്നില്ല? ഓക്കെ ആണ് മക്കളെ? അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ കോൺസെപ്റ്റ്സ്. മക്കളെ ലൈവ് എക്സാമ്പിൾ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ആക്സെപ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇല്ലാന്ന് പറയും. ഓക്കെ, എന്നൊരു കാര്യം, ഗോഡൌൺ റെന്റ്, ഇൻഷുറൻസ്, പെയ്ഡ് ബൈ കൺസൈനി, ഡെലിവറി ചാർജസ് ആണ് വിൽക്കുന്നതിന്റെ ചാർജസ് ആണ്. നമ്മൾ ആടെ റെഡി ഫോർ സെയിൽ എന്ന് പറഞ്ഞാൽ വിൽക്കുന്ന ചാർജസ് ഒന്നും വരില്ല. സെല്ലിംഗ് കമ്മീഷൻ അതൊന്നും അതിന്റെ ഭാഗമായിട്ട് വരില്ല. കോസ്റ്റ് ഓഫ് പർച്ചേസിന്റെ ഭാഗമായിട്ട് വരില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് സ്റ്റോപ്പ് ചെയ്യാം. ദാറ്റ് ഈസ് കോസ്റ്റ് ഓഫ് പർച്ചേസ് എന്ന് പറയുന്നത് 53,000 ആണ്. അത്രയാണ് 53,000. ഓക്കെ, നമ്മൾ 53,000 എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് പർച്ചേസ് ആണ്. നമ്മളോട് പറയുന്ന വെച്ചാല് അതിന് 4/5 സെയിൽ ചെയ്തു. അതായത് നമ്മുടെ സ്റ്റോക്ക് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാല് 53,000 into 1/5 ആണ്. 53,000 പ്രൊഡക്റ്റ് ഉള്ളത് നമ്മൾ അതിന്റെ 4/5 വിറ്റു. 4/5 വിറ്റത് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അറിയേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മളത് ഒഴിവാക്കി. 53,000 into 1/5, that is our closing stock, that is equal to 53,000 divided by 6 എന്ന് പറയുന്നത് 53,000 into 1/5, sorry 1/5, that is equal to 10,600. 10,600 ആണ് നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്ക്. മക്കളെ ഞാൻ വലിയ മാജിക് അല്ല ചെയ്തത്. ഞാൻ ഓരോ ഐറ്റംസ് ആഡ് ചെയ്യുന്നത് എന്തിനാണ്, മൈനസ് ചെയ്യുന്നത് എന്തിനാണ്?
പ്രോപ്പർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞാൽ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ അല്ലേ? നമുക്ക് സ്റ്റോക്കിന്റെ വാല്യൂ എത്ര കിട്ടി? 10,600. ഇതേപോലെ ഓരോ ക്വസ്റ്റ്യൻ നമ്മൾ കൺസൈൻമെന്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതേപോലെ കണ്ടുപിടിക്കണം. 10,600. ഓക്കെ, 4/5 വിറ്റ് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് 1/5. അതായത് 53,000 എന്ന് പറയുന്നത് 5 യൂണിറ്റ്സിന്റെ ആണെങ്കിൽ 4 യൂണിറ്റ്സ് വിറ്റു, 1 യൂണിറ്റ്സ് ബാക്കിയുണ്ട്. 53,000 എന്ന് പറയുന്നത് 5 യൂണിറ്റ്സിന്റെ ആണെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് പഠിച്ചത് അതേപോലെ 53,000 5 യൂണിറ്റ്സിനാണെങ്കിൽ ഡിവൈഡ് ബൈ 5 10,600. ഒരു യൂണിറ്റിന് 10,600. അതായത് 4 യൂണിറ്റ്സ്, അതായത് 42,400 രൂപയുടെ സാധനം നമ്മൾ 55,000 രൂപയ്ക്ക് വിറ്റത്. അതൊന്നും ഇവിടെ റെലവെന്റ് അല്ല. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്തല്ല റെലവെന്റ് അല്ല. ഓക്കെ ആണോ മക്കളെ? നമ്മൾ അടുത്ത പഠിപ്പിക്കാൻ പോകുന്ന വെച്ചാൽ കമ്മീഷനെ കുറിച്ചിട്ടാണ്. കമ്മീഷൻ എന്ന് പറയുന്നത് ഓർഡിനറി കമ്മീഷൻ ഉണ്ട്, ഡെലിക്രേറ്ററി കമ്മീഷൻ ഉണ്ട്, അതേപോലെ ഓവർ റൈഡിങ് കമ്മീഷൻ. 3 ടൈപ്പ് ഓഫ് കമ്മീഷൻ. ഓർഡിനറി കമ്മീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം പഠിച്ചതാണ് ഓർഡിനറി കമ്മീഷൻ. ഓക്കെ, ഓർഡിനറി കമ്മീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം പഠിച്ചതാണ്. അതായത് ഓർഡിനറി കമ്മീഷനും ഡെലിക്രേറ്ററി കമ്മീഷനും തമ്മിലുള്ള കമ്പാരിസൺ അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓർഡിനറി കമ്മീഷനിൽ commission percentage will be less. Okay, commission percentage will be less. Declaratory commission. Okay, declaratory commission പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്രീഷിയേറ്റ് ചെയ്യണം. അതായത് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ഗുഡ്സ് അയക്കണം. ഗുഡ്സ് അയച്ചിട്ട് കൺസൈനിക്ക് കിട്ടി. കൺസൈനി എന്ത് ചെയ്യും? കൺസൈനിക്ക് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ സെയിൽസിന്റെ മേലെയാണ്. കൺസൈനി എന്ത് ചെയ്ത് വെച്ച് വിൽക്കാൻ തുടങ്ങി. കാണുന്ന ആളെയും പോകുന്ന ആളെയും എല്ലാവർക്കും എന്തെങ്കിലും ഗുഡ്സ് വിൽക്കാൻ തുടങ്ങി. പൈസ ഇല്ലേ? പൈസ ഇല്ലേ, പ്രശ്നമൊന്നും ഇല്ല, കടത്തിന് വാങ്ങിച്ചോ. അങ്ങനെ വെച്ച് വിൽക്കാൻ തുടങ്ങി. ഓക്കെ, വെച്ച് വിൽക്കാൻ തുടങ്ങി. അയാൾ സെയിൽസ് ഇങ്ങനെ കൂട്ടി അയാൾക്ക് എന്ത് ചെയ്ത് കമ്മീഷൻ കൂടുതൽ കിട്ടാൻ തുടങ്ങി. ഞാൻ എന്ത് ചെയ്ത് അയാൾക്ക് കമ്മീഷൻ കൊടുക്കും. പക്ഷെ അതിൽ 99% അല്ലെങ്കിൽ 90% ക്രെഡിറ്റ് ചെയ്യാം. എനിക്ക് അയാൾ ഡെപ്റ്റർ ആരാന്നറിയില്ല, എനിക്ക് ഡെപ്റ്റർ ആരാന്നറിയില്ല. അത് ഡൽഹിയിലുള്ള ആൾക്കാരാണ്. ഞാൻ അയാളെ വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഞാനിങ്ങനെ ചോദിക്കുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യുന്നില്ല, അവരൊന്നും തരുന്നില്ല പൈസ. ഓക്കെ, അതായത് ഓർഡിനറി കമ്മീഷന്റെ കേസിൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ കമ്മീഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇയാൾ എന്ത് ചെയ്യും? കുറെ സെയിൽസ് നടത്തും. അത് ക്രെഡിറ്റ് സെയിൽസ് ആയിരിക്കും കൂടുതൽ, ക്യാഷ് സെയിൽസിലും കുറക്കും. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യും? പൈസ കളക്ട് ചെയ്യാനും വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണിക്കണം നിർബന്ധമില്ല. ചില ആൾ കാണിക്കും, ചില ആൾ കാണിക്കും. ഓക്കെ, അന്നേരം ആർക്കാ നഷ്ടം വരാ? കൺസൈനാണ്. കാരണം ഈ കിട്ടാനുള്ള പൈസ ബാഡ് ഡെറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത് ഞാനാണ്. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ബാഡ് ഡെറ്റ് എന്റെ എക്സ്പെൻഡിച്ചറാണ്, ഞാൻ എക്സ്പെൻഡിച്ചറായിട്ട് ട്രീറ്റ് ചെയ്യണം. ഇങ്ങനെ പോയ പരിപാടി നടക്കില്ല. എന്നാൽ അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഒരു ഡെലിക്രേറ്ററി കമ്മീഷൻ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. എന്താ ഡെലിക്രേറ്ററി കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡിനറി കമ്മീഷനെക്കാട്ടിയും കൂടുതലായിരിക്കും എന്ത് ഡെലിക്രേറ്ററി കമ്മീഷൻ. അത് നല്ല സംഭവം. എന്താന്ന് വെച്ചാൽ ഡെലിക്രേറ്ററി കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എഗ്രിമെന്റ് കൺസൈനി എഗ്രിമെന്റ് എന്താണ് എഗ്രിമെന്റ്? ഞാൻ എന്റെ ഗുഡ്സ് അയക്കും, നീ എന്ത് ചെയ്യണം? ഗുഡ്സ് വിൽക്കണം, എനിക്ക് കമ്മീഷൻ തരാം. ഓക്കെ, ഇത് മാത്രമല്ല കമ്മീഷൻ, ഇത് മാത്രമല്ല അഗ്രിമെന്റ്. എക്സ്ട്രാ ഒരു എഗ്രിമെന്റ് കൂടി വരും. എന്ത്? അതായത് നീ എങ്ങനെ വേണമെങ്കിൽ വിറ്റോ, ക്രെഡിറ്റ് സെയിൽ വിറ്റോ, ക്യാഷ് സെയിൽ വിറ്റോ, അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. എങ്ങനെ വിറ്റാൽ നീയാണ് എനിക്ക് പൈസ തരുന്നത്, കൺസൈനാണ് പൈസ തരുന്നത്. സർ, ക്രെഡിറ്റ് സെയിൽ ചെയ്ത ഡെപ്റ്റർ പൈസ നീ വാങ്ങിച്ചോളാം. ബാഡ് ഡെപ്റ്റ് ഉണ്ടെങ്കിൽ നീ ബെയർ ചെയ്തോളാം, ഞാൻ ബെയർ ചെയ്യൂല, കൺസൈനർ ബെയർ ചെയ്യൂല. പക്ഷെ പെർസെന്റേജ് കൂടുതലായിട്ട്. ഇതാകുമ്പോൾ ഇതൊരു ലോജിക്കൽ ട്രീറ്റ്മെന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ. കാരണം അല്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യും? വെച്ച് കണ്ട ആൾക്കാർക്കെല്ലാം വിറ്റിട്ട് എന്ത് ചെയ്യും? ഇയാൾ വെച്ചിട്ട് പറയും ഞാൻ എല്ലാം വിറ്റിട്ടുണ്ട്, എനിക്ക് ഇത്ര പെർസെന്റേജ് കമ്മീഷൻ താ, അല്ലെങ്കിൽ ആ പെർസെന്റേജ് ഓൾറെഡി നമ്മൾ എഗ്രി ചെയ്ത് എന്ത് ചെയ്യും? കമ്മീഷൻ താന്ന് പറയും. അത് എന്ത് ചെയ്യും? എനിക്ക് കുറെ നഷ്ടങ്ങൾ ഉണ്ടാകും. ഇതാകുമ്പോ അയാൾ ശ്രദ്ധിച്ചാൽ വെക്കും. കാരണം ബാഡ് ഡെപ്റ്റ് ബെയർ ചെയ്യേണ്ടത് അയാളാണ്. ഞാൻ ബാഡ് ഡെപ്റ്റ് ബെയർ ചെയ്യൂല. അതായത് അയാൾക്ക് ഞാൻ കൊടുക്കുന്ന കമ്മീഷൻ എന്ന് പറയുന്നത് നെറ്റ് ഓഫ് ബാഡ് ഡെപ്റ്റ് പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, നീ ക്യാഷ് സെയിൽ നടത്തിക്കോ, ക്രെഡിറ്റ് സെയിൽ നടത്തിക്കോ, എനിക്ക് ഒന്നും അറിയേണ്ട ആവശ്യമില്ല, നീയാണ് എനിക്ക് പൈസ തരുന്നത്. ബാഡ് ഡെപ്റ്റ് ഒന്നുമല്ല, ബാഡ് ഡെപ്റ്റ് നീ ബെയർ ചെയ്യും, ഞാൻ ബെയർ ചെയ്യുകയും ചെയ്യാം. ഇതാണ് ഡെലിക്രേറ്ററി കമ്മീഷനും ഓർഡിനറി കമ്മീഷനും തമ്മിലുള്ള ഡിഫറൻസ്. ഡെലിക്രേറ്ററി കമ്മീഷൻ ആണെങ്കിൽ ബാഡ് ഡെപ്റ്റ്സ് ബെയർ ചെയ്യേണ്ടത് കൺസൈനിയാണ്, കൺസൈനർ അല്ല. ഓക്കെ, ഓർഡിനറി കമ്മീഷൻ ആണെങ്കിൽ ബാഡ് ഡെപ്റ്റ് ബെയർ ചെയ്യുന്നത് കൺസൈനർ ആണ്, കൺസൈനി അല്ല.
ഓക്കെ. ജനറലി ഡെലിഗേറ്ററി കമ്മീഷൻ ആയിരിക്കും എക്സാമിനും ക്വസ്റ്റ്യൻസ് ചോദിക്കാം, കൂടുതലായിട്ട് അതാ വേറെ. ഓക്കെ, പറയുന്ന മനസ്സിലായി. നമുക്ക് എന്ത് വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും, അത്രയും വലിയ കൺസെപ്റ്റ് നമ്മൾ ഫുള്ള് പഠിക്കും. പറയുന്ന മനസ്സിലാകുന്നുണ്ട് മക്കളെ? നമ്മൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സർ ഡെലിഗേറ്ററി കമ്മീഷനിൽ ബാഡ് ഡെപ്റ്റ് വേറേണ്ടത് കൺസൈൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൺസൈൻമെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. കൺസൈൻമെന്റ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ബൈ കൺസൈനർ. അതിൽ കൺസൈൻമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ടാവും, കൺസൈനർ റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. എന്നിട്ട് കൺസൈൻമെന്റ് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യണം വേണ്ട. എന്നിട്ട് ജേർണൽ എൻട്രി മാറോ? ആ മാറും. അതായത് ഇനി ജേർണൽ എൻട്രി എന്ന് പറയുന്നത് ഓർഡിനറി കമ്മീഷൻ ആണെങ്കിൽ ജേർണൽ എൻട്രി വേറെയാണ്, ഡെലിഗേറ്ററി കമ്മീഷൻ ആണെങ്കിൽ ജേർണൽ എൻട്രി വേറെ. ഇതാണ് നമ്മൾ ഇനിയിപ്പോ ചെയ്യാൻ പോകുന്നത് മക്കളെ. ഇതിൽ ഈസിയാണ്, നമ്മൾ ആ ചിന്തിക്കേണ്ടത്. ഇതാണ് ശരിക്കും പറഞ്ഞ ഒരു ലോജിക്ക്. ഓർഡിനറി കമ്മീഷൻ ആകുമ്പോ ഇയാള് വെറുതെ വെക്കുന്ന അങ്ങനെ വേറെ ചെയ്യല്ലോ, എന്താ പരിപാടി? ഓക്കെ, അതാണ് നമ്മൾ അടുത്ത ജേർണൽ എൻട്രി പഠിക്കാൻ പോകുന്നത്. ഓർഡിനറി കമ്മീഷൻ, ഡെൽ ക്രെഡറെ കമ്മീഷൻ, അങ്ങനെ പേരായാലും നിങ്ങൾ ജസ്റ്റ് ചിന്തിച്ചാൽ മതി. ഇറ്റ് ഈസ് എ ഹയർ കമ്മീഷൻ. ഓക്കെ, ഒന്നുമില്ല. ഇപ്പൊ തിയറി ചോദിച്ചിട്ടുണ്ട് എക്സാമിന് ഡെലിഗേറ്ററി കമ്മീഷൻ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഡെലിഗേറ്ററി കമ്മീഷൻ എപ്പോ പേ ചെയ്യാം? ഇറ്റ് ഈസ് അഗ്രിമെന്റ് ബിറ്റ്വീൻ കൺസൈനർ ആൻഡ് കൺസൈനി ഇൻ വിച്ച് ഡെലിഗേറ്ററി കമ്മീഷൻ ഈസ് പെയ്ഡ്. അതായത് ആരാണ് ബാഡ് ഡെറ്റ് ഷുഡ് ബി ബോൺ ബൈ ദി കൺസൈനി ആൻഡ് നോട്ട് ദി കൺസൈനർ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. പിന്നെ ഇയാൾ നടത്തിയ എല്ലാ സെയിൽസിനും എമൗണ്ട് തരാനുള്ളത് കൺസൈനിയാണ്, അല്ലാണ്ട് കൺസൈനർ അല്ല, സോറി ഡെപ്റ്റേഴ്സ് അല്ല. ഓക്കെ, ഓർഡിനറി കമ്മീഷൻ ആണെങ്കിൽ ഫോർ ക്യാഷ് സെയിൽസ്, ജേർണൽ എൻട്രി എന്ന് പറയുന്നത് ക്യാഷ് സെയിൽ ആണെങ്കിൽ കൺസൈനി തരാനുണ്ട്. ഓക്കെ, കൺസൈനിക്ക് ക്യാഷ് കിട്ടിയിട്ടുണ്ടാവും. കൺസൈനി അക്കൗണ്ട് ഡെപ്റ്റ് ടു കൺസൈൻമെന്റ് അക്കൗണ്ട്. ഈ കേസിൽ ഫോർ ക്രെഡിറ്റ് സെയിൽ ആണെങ്കിൽ ഓക്കെ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റ് ടു കൺസൈൻമെന്റ്. കാരണം നമുക്ക് ഡെപ്റ്റേഴ്സ് തരാനുണ്ടെന്നാണ് നമ്മൾ പറയാ. ഡെപ്റ്റേഴ്സ് നമുക്ക് തരോ? ഇല്ല, നമുക്ക് തരില്ല. ആർക്കാ കൊടുക്കുക? കൺസൈനിക്ക് കൊടുക്കും. കൺസൈനിക്ക് കൊടുത്തു കഴിഞ്ഞാൽ കൺസൈൻ നമുക്ക് തരും. ബട്ട് സ്റ്റിൽ നമുക്ക് റെക്കോർഡിംഗിൽ എന്താ ചെയ്യാ? കൺസൈനിക്ക് ഫോർ ക്രെഡിറ്റ് സെയിൽ ആകുമ്പോൾ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റ് ടു കൺസൈൻമെന്റ്. ഇതാണ് ജേർണൽ എൻട്രി സെയിൽസിന്റെ കേസ്. ഇവിടെ ഫോർ ക്യാഷ് സെയിൽ ആണെങ്കിലും ക്രെഡിറ്റ് സെയിൽ ആണെങ്കിലും സെയിം ജേർണൽ എൻട്രി. കാരണം എന്താ? ക്യാഷ് സെയിൽ ആണെങ്കിലും ക്രെഡിറ്റ് സെയിൽ ആണെങ്കിലും ആരാ പൈസ തരാനുള്ളത്? ഡെപ്റ്റർ, സോറി കൺസൈനി. കൺസൈനി കളക്ട് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് നമുക്കിവിടെ ചിന്തയില്ല, ഡൗട്ട് ഇല്ല, ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ക്യാഷ് സെയിൽ ആണെങ്കിലും ക്രെഡിറ്റ് സെയിൽ ആണെങ്കിലും ആരാ പൈസ തരുന്നത്? കൺസൈനി. ഓക്കെ, ജേർണൽ എൻട്രി എന്ന് പറയുന്നത് കൺസൈനി അക്കൗണ്ട് ടു കൺസൈൻമെന്റ് അക്കൗണ്ട്. ഓക്കെ, ഇതാണ് ജേർണൽ എൻട്രി. ഇനി കമ്മീഷന്റെ ജേർണൽ എൻട്രിന്ന് ഒരു മാറ്റമില്ല. കമ്മീഷൻ എമൗണ്ട് മാറും എന്നല്ലാണ്ട് എന്തില്ല, ജേർണൽ എൻട്രിക്കൊന്നും ഒരു മാറ്റമില്ല. ബട്ട് അടുത്തത് ഓക്കെ, ഇവിടെ ഒരു ജേർണൽ എൻട്രി ഇല്ല. മൂന്നാമത്തെ ജേർണൽ എൻട്രി ഫോർ ബാഡ് ഡെപ്റ്റ്. ബാഡ് ഡെപ്റ്റിന്റെ ജേർണൽ എൻട്രി എന്ന് പറയുന്നത് കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഡെപ്റ്റേഴ്സ്. കാരണം ഡെപ്റ്റേഴ്സ് എന്ന് കുറയണം, നമുക്ക് അത് എക്സ്പെൻഡിച്ചർ ആണ്, അതുകൊണ്ട് നമുക്ക് അത് എക്സ്പെൻഡിച്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ഓക്കെ, ഫോർ ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ നോ എൻട്രി. അതെന്താ സർ? നമ്മൾ വേറെ ആവശ്യമില്ല, അയാളെ വേറെ അയാളെ ജേർണൽ എൻട്രി പാസ് ചെയ്യണം, നമ്മളല്ല ജേർണൽ എൻട്രി പാസ് ചെയ്യണം. പറയുന്ന മനസ്സിലാകുന്നില്ല? ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്പെൻഡിച്ചർ അല്ല, നമ്മുടെ എക്സ്പെൻഡിച്ചർ അല്ലേ നമ്മുടെ അക്കൗണ്ട്സിൽ കാണിക്കും അല്ലേ? കൺസൈനർ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ കൺസൈനർ ജേർണൽ എൻട്രീസ്, നോ ജേർണൽ എൻട്രി. അയാൾ എന്തെങ്കിലും പാസ് ചെയ്തോളൂ, നമുക്ക് അറിയേണ്ട ആവശ്യമേ ഇല്ല. പറയുന്ന മനസ്സിലാകുന്ന മക്കളെ? പിന്നെ നമ്മൾ കൺസൈൻമെന്റ് അക്കൗണ്ട് ഇപ്പൊ പ്രിപ്പയർ ചെയ്യുന്നില്ല. കൺസൈൻ അക്കൗണ്ട് പറയുമ്പോൾ അവിടെ ജേർണൽ എൻട്രീസ് പറയും മക്കളെ. ഇതാണ് കൺസൈനർ ജേർണൽ എൻട്രീസ്. ഓക്കെ, ബാഡ് ഡെപ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ജേർണൽ എൻട്രി ഇല്ല, കാരണം നമ്മൾ എന്ത് ചെയ്തില്ല, വേറെ ചെയ്തില്ല, ആവശ്യമില്ല. ഓക്കെ, വേറെ ഒന്നും നമുക്ക് പഠിക്കാനില്ല, ഇത്രയേ ഉള്ളൂ. ഓക്കെ, പറയുന്ന മനസ്സിലാകുന്ന മക്കളെ? ശ്രദ്ധിക്കും മക്കളെ. അതായത് ബാഡ് ഡെപ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഓർഡിനറി കമ്മീഷൻ ആണെങ്കിൽ ജേർണൽ എൻട്രി കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഡെപ്റ്റേഴ്സ്. ഓക്കെ, നമ്മുടെ എക്സ്പെൻഡിച്ചർ ആയതുകൊണ്ട് ഡെപ്റ്റേഴ്സിന് ഓർക്കും. അതായത് ഡെപ്റ്റേഴ്സ് ആണ് നമുക്ക് എന്ത് ചെയ്യാൻ തരാണ്ടിരിക്കേണ്ടത്, ഡെപ്റ്റേഴ്സിന് എമൗണ്ട് കൊടുക്കും. ബട്ട് ബാഡ് ഡെപ്റ്റ് ഡെലിഗേറ്ററി കമ്മീഷനിൽ വന്നാൽ അത് നമ്മുടെ എക്സ്പെൻഡിച്ചർ തന്നെയാണ്. ഓക്കെ, ചെറിയൊരു മാറ്റം ഉണ്ട്, ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയതാണ്. അത് നമ്മുടെ എക്സ്പെൻഡിച്ചർ തന്നെയാണ്, ബട്ട് നമ്മൾ അത് മീറ്റ് ചെയ്യൂല. നമ്മുടെ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ സാധാരണ നമ്മൾ എന്താ ചെയ്യാ? എക്സ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു expense account debtor to consignment account debtor to cash.
ഓക്കെ കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ് ഇതാണ് ജേണൽ എൻട്രി. ഒരു മിനിറ്റ് സെയിം അതായത് ഡെലിഗേറ്ററി കമ്മീഷൻ വരുന്ന കേസ് ആണെങ്കിൽ സോറി ഓർഡിനറി കമ്മീഷൻ വരുന്നുണ്ടെങ്കിൽ ബാഡ് ഡെപ്റ്റ് ജേണൽ കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഡെപ്റ്റേഴ്സ്. ഓക്കെ ഡെലിഗേറ്ററി കമ്മീഷൻ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സ്പെൻഡിച്ചറേ അല്ല അത്. ഓക്കെ നമ്മളത് ബെയർ ചെയ്യണ്ട. ആരാ ബെയർ ചെയ്യുക? കൺസൈന് ബെയർ ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ആ ജേണൽ എൻട്രി പാസ് ചെയ്യേണ്ട. അവിടെ നോ എൻട്രി തന്നെയാ വരുന്നത്. ജസ്റ്റ് ചെറിയ കൺഫ്യൂഷൻ വന്നു. ഇതിന്റെ ഒരു ഡൗട്ട് ഓർഡിനറി കമ്മീഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഫോർ ക്യാഷ് ആൻഡ് ക്രെഡിറ്റ്സ് നിങ്ങൾക്ക് ജേണൽ എൻട്രി പാസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൺസൈനി അക്കൗണ്ട് ഡെപ്റ്റർ ടു കൺസൈൻമെന്റ് അക്കൗണ്ട്. ഓക്കെ ഇങ്ങനെ നിങ്ങൾ ജേണൽ എൻട്രി പാസ് ചെയ്തെന്ന് വിചാരിക്കും. അതായത് ഇപ്പൊ നിങ്ങൾ പറയുന്നത് വെച്ചാൽ ക്യാഷ് സെയിൽ ആയിക്കോട്ടെ ക്രെഡിറ്റ് സെയിൽ ആയിക്കോട്ടെ ആരാ പൈസ തരാനുള്ളത്? കൺസൈൻ. ആരാ പൈസ തരാനുള്ളത്? കൺസൈൻ. ഇനി ബാഡ് ഡെപ്റ്റ് വരുമ്പോ ഓക്കെ ബാഡ് ഡെപ്റ്റ് വരുമ്പോ എന്താ മനസ്സിലാക്കേണ്ടത്? ബാഡ് ഡെപ്റ്റ് വരുമ്പോൾ അത് നമ്മുടെ എക്സ്പെൻഡിച്ചർ ആണ്. ഓർഡിനറി കമ്മീഷൻ ആണെങ്കിൽ അത് നമ്മുടെ എക്സ്പെൻഡിച്ചർ ആണ്. എക്സ്പെൻഡിച്ചർ ആകുമ്പോ ജേണൽ എൻട്രി ചെയ്ത എക്സ്പെൻഡിച്ചർ ആകുമ്പോൾ ബാഡ് ഡെപ്റ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡെപ്റ്റേഴ്സിന് പകരം കൺസൈനിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ക്രെഡിറ്റ് ചെയ്യേണ്ടത്. എന്തുകൊണ്ടാ മക്കളെ? നമ്മൾ കൺസൈനി തരാണ്ടെന്നാ പറഞ്ഞത്, അല്ലാണ്ട് ഡെപ്റ്റേഴ്സ് തരാണ്ടെന്നല്ല നമ്മൾ പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യേണ്ടത് കൺസൈനി. ഇനി അടുത്ത ജേണൽ എൻട്രി എന്താ? കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ബാഡ് ഡെപ്റ്റ്. കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ബാഡ് ഡെപ്റ്റ്. ഓക്കെ കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ബാഡ് ഡെപ്റ്റ് ഇതാണ് സംഭവം. ഇനി നെറ്റ് എൻട്രി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെപ്റ്റ് ടു കൺസൈനി. അതായത് നമ്മൾ ഇവിടെ എന്താ ജേണൽ എൻട്രി പാസ് ചെയ്യുക? കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെപ്റ്റ് ടു കൺസൈനി. മക്കളെ ഇത്രയുള്ള സംഭവം ഇപ്പൊ വന്നു.